ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഓം നാരായണ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃദാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം
കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം, ശ്രീകൃഷ്ണ ലീലാമൃതം, ഭഗവാന്റെ വൃന്ദാവന ലീലകളുടെ അവസാന ഭാഗമാണ്. 37-ാം അധ്യായത്തിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. 37-ാം അധ്യായത്തിൽ ആദ്യത്തെ ഒരു 8 ശ്ലോകങ്ങളെ കൊണ്ട് കേശിവധം, 9 ശ്ലോകങ്ങളെ കൊണ്ട് കേശിവധം എന്നുള്ള കഥയാണ്. കംസഭൃത്യനായ കുതിരയുടെ രൂപത്തിൽ വരുന്ന അസുരനാണ് കേശി. വളരെ ശക്തനാണ്. ആ കേശിയെ ഭഗവാൻ വധിക്കുന്നത് പറയുന്നു. അതിനുശേഷം പിന്നെ 10-15 ശ്ലോകങ്ങളെ കൊണ്ട് നാരദൻ ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാന്റെ അവതാര ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നാരദൻ മടങ്ങിപ്പോയ ശേഷം പിന്നീട് വ്യോമാസുരൻ എന്നുള്ള ഒരു അസുരൻ ഗോപവേഷത്തിൽ വന്ന് കൂട്ടുകാരുമായി കൂടിച്ചേർന്ന് കള്ളനും പോലീസും കളിക്കുന്ന ആ സന്ദർഭത്തിൽ ഗോപബാലന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നതും ഗുഹകളിൽ കൊണ്ടുപോയി ശ്വാസം മുട്ടിക്കുന്നതും ഒക്കെയുള്ള കഥകളാണ്. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഈ ഗോപരൂപിയായി വന്ന വ്യോമാസുരനെ വധിച്ചു കളയുകയാണ്. അപ്പോൾ ഇത്രയും 3 പ്രകരണങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ഉള്ളത്. കേശിവധം, നാരദ ഭഗവത് സംവാദം, വ്യോമാസുരവധം. നമുക്ക് ആദ്യം വായിക്കാം. വായിച്ചിട്ട് കഥയിലേക്ക് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 37-മോऽധ്യായഃ. ശ്രീശുക ഉവാച. കേശീ തു കംസപ്രഹിതഖുരൈർമഹീം മഹാഹയോ നിർജ്ജരയൻ മനോജവഃ സടാവദൂതാബ്രവിമാനസങ്കുലം കുർവന്നബോഹേഷിതഭീഷിതാഖിലഃ വിശാലനേത്രോ വികടാസ്യ കോടരോ ബൃഹദ്ഗളോ നീലമഹാംബുദോപമഃ ദുരാശയ കംസഹിതം ചികീർഷുഃ വ്രജം സനന്ദസ്യ ജഗാമ കമ്പയൻ തം ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ഭേഷിതൈർവാലവിഘൂർണിതാംബുദം ആത്മാനമാജൗ മൃഗയന്തമഗ്രണീഃ ഉപാഹ്വയത് സവ്യനദൻ മൃഗേന്ദ്രവത് സതം നിശാമ്യാഭിമുഖോ മുഖേന ഖം പിബന്നിവാഭ്യദ്രവദത്യമർഷണഃ ജഘാനപദ്ഭ്യാമരവിന്ദലോചനം ദുരാസദശ്ചണ്ഡജവോ ദുരത്യയഃ തദ്വഞ്ചയിത്വാ തം അധോക്ഷജോരുഷാ പ്രഗൃഹ്യദോർഭ്യാം പരിവിദ്യ പാദയോഃ സാവജ്ഞമുത്സൃജ്യ ധനുഃശതാന്തരേ യതോരകം താർക്ഷ്യസുതോ വ്യവസ്ഥിതഃ സലബ്ധസംജ്ഞഃ പുനരുക്തിതോരുഷാ വ്യാദായ കേശീതരസാപതധ്വരിം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തരം സ്മയൻ
പ്രവേശയാമാസ യഥോരകംബിലേ ദന്താനിവേദുർഭഗവദ്ഭുജസ്പൃശഃ തേ കേശിനസ്തപ്തമയ സ്പൃശോ യഥാ ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യഥാമയ സംവവൃധേ ഉപേക്ഷിതഃ സമേധമാനേന സ കൃഷ്ണബാഹുന നിരുദ്ധവായുശ്ചരണാംശ്ച വിക്ഷിപൻ പ്രസ്വിന്നഗാത്ര പരിവൃത്തലോചനഃ പപാതലേണ്ഡം വിസൃജൻ ശിതൗവ്യസുഃ തദ്ദേഹത കർക്കടികാബലോപമാത് വ്യസോർ അപാകൃഷ്യ ഭുജം മഹാഭുജഃ അവിസ്മിതോ യത്നഹതാരിരുസ്മയൈഃ പ്രസൂനവർഷൈർ ദിവിഷദ്ഭിരീഡിതഃ ദേവർഷിരുപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണം രഹസി ഏതദഭാഷത കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സാത്വതാം പ്രവര പ്രഭോ ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരിവൈദസാം ഗൂഢോ ഗുഹാശയഃ സാക്ഷി മഹാപുരുഷ ഈശ്വരഃ ആത്മനാത്മാശ്രയഃ പൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിദം സത്യസങ്കൽപഃ സൃജസി അൽസി അവസി ഈശ്വരഃ സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച ദിഷ്ട്യാ തേ നിഹതോ ദൈത്യോ ലീലയായം ഹയാകൃതിഃ യസ്യ ഹേഷിതസംത്രസ്താഃ ത്യജന്ത്യനിമിഷാദിവം ചാണൂരം മുഷ്ടികം ചൈവ മല്ലാൻ അന്യാംശ്ച ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോഹനിതേ വിഭോ തസ്യാനുശങ്കയവനം ശങ്കയവനമുരാണം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം പാപാദ്വാരകായാം ജഗൽപതേ സ്യമന്തകസ്യ ച മണേഃ ആദാനം സഹ ഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വദാമദഃ പൗണ്ഡ്രകസ്യ വദം പശ്ചാത് കാശിപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ യാനി ചാന്യാനി വീര്യാണി ദ്വാരകാം ആവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി അദതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമി അർജുന സാരവേഃ വിശുദ്ധ വിജ്ഞാനഗണം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായാ ഗുണപ്രവാഹം ഭഗവന്തമീമഹി ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാത്മനുഷ്യവിഗ്രഹം നതോസ്മി തുര്യം യദുവൃഷ്ണിസാത്വതാം. ശ്രീശുക ഉവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത് പാലൈഃ പ്രീതൈർവ്രജസുഗാവഹഃ ഏകദാ തേ പശൂൻ പാലാഃ ചാരയന്തോ അദ്രിസാനുഷു ചക്രുരു നിലായന ക്രീഡാഃ ചോരപാലാപദേശതഃ തത്രാസൻ കതിചിത് ചോരാഃ പാലാശ്ച കതിചിത് നൃപ മേഷായുധാശ്ച തത്രൈകേ വിജഹ്രുഃ അകുതോ ഭയാഃ മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷദൃക് മേഷായുധാൻ അപോവാഹ പ്രായശ്ചോരായിതോ ബഹൂൻ ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം മഹാസുരഃ ശിലയാ പിദധേ ദ്വാരം ചതുഃപഞ്ചാവശേഷിതാഃ തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണഃ ശരണദഃ സദാം ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസാം
സ നിജം രൂപമാസ്ഥായ ഗിരീന്ദ്രസദൃശം ബലി ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോദ്ഗ്രഹണാതുരഃ തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലെ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത്. ഗുഹാപിതാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃത്സ്രതഃ സ്തൂയമാനസുരൈർഗോപൈഃ പ്രവിവേശ സ്വഗോകുലം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യോമാസുരവദോ നാമ സപ്തത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ 36-ാം അധ്യായത്തിൽ അരിഷ്ടാസുരവധം, പിന്നെ നാരദ കംസ സംവാദം, കംസ അക്രൂര സംവാദം, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കണ്ടത്. അരിഷ്ടാസുരവധത്തിന് ശേഷം നാരദൻ വന്ന് കംസനെ പ്രകോപിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകൾ കണ്ടു നമ്മൾ. യഥാർത്ഥ ശത്രുക്കൾ, നിന്റെ മൃത്യുവായിരിക്കുന്നവർ രാമകൃഷ്ണന്മാരാണ്. അവർ വസുദേവന്റെ പുത്രന്മാരാണ്. വസുദേവൻ തൻ്റെ വിശ്വസ്തനായ ബന്ധുവായ നന്ദനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നീ കൊല്ലാൻ ശ്രമിച്ച ആ പെൺകുട്ടി അത് വസുദേവരുടെ കുട്ടിയല്ല, ദേവകിയുടെ കുട്ടിയല്ല, അത് യശോദ പ്രസവിച്ചതാണ്. ഇങ്ങനെ ചില കളികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊന്നും അന്ന് അറിഞ്ഞിട്ടില്ല, അങ്ങേ വഞ്ചിച്ചതാണ്, ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ച്, അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വധിക്കാനുള്ള വല്ല ഉപായവും നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വസുദേവനെ വധിക്കാനായിക്കൊണ്ട് വാളുമായിട്ട് പുറപ്പെട്ട സമയത്ത് നാരദൻ തന്നെ തടഞ്ഞു. അതിനിപ്പോൾ ആയിട്ടില്ല, ആ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് അവരെ കൊന്നതിന് ശേഷം പിന്നെന്ത് വേണമെന്ന് ചെയ്തോളൂ എന്ന മട്ടിൽ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പിന്നീട് കംസൻ തൻ്റെ ഭൃത്യന്മാരെയൊക്കെ വിളിച്ച് ആജ്ഞാപിച്ചു എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് ഒരു ധനുർയാഗം നടത്തണം. അതിന് മാഘമാസ ചതുർദശി, ശിവരാത്രി, അത് നമുക്ക് ആഘോഷമായിട്ട് കൊണ്ടാടാം. മഹാദേവനെ ആ വില്ലിൽ ആവഹിച്ച് ആരാധിക്കാം. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് വിഷ്ണുവിനെ വധിക്കാം എന്നുള്ള ഗൂഢമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടെ. അതുപോലെ മല്ലന്മാർ തയ്യാറാവണം. മല്ലയുദ്ധത്തിന് ചാണൂര മുഷ്ടികാദികൾ റെഡിയാവണം. മല്ലരംഗങ്ങളെല്ലാം ഒരുക്കണം. അതിനു മുമ്പേ കടന്നു വരുന്ന വഴിയിൽ കുവലയാപീഠം എന്ന ഏറ്റവും വലിയ ആനയെ പ്രകോപിപ്പിച്ച് നിർത്തണം. ആ ആനയെ കൊണ്ട് വേണം ഇവരെ രണ്ടുപേരെയും വധിക്കാൻ. അത് സാധിച്ചില്ലെങ്കിൽ മാത്രം മല്ലന്മാർ അത് നടത്തട്ടെ. എന്തായാലും അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ശേഷം ആ കുട്ടികളെ, രാമകൃഷ്ണന്മാരെ കൊന്നുകളയണം എന്നുള്ളതായിട്ടുള്ള ആജ്ഞ അദ്ദേഹം മല്ലന്മാർക്കും ആനപ്പാപ്പാന്മാർക്കും മന്ത്രിമാർക്കുമെല്ലാം വേണ്ടതെല്ലാം ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിനുശേഷം അക്രൂരനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ കൈപിടിച്ചുകൊണ്ട് വളരെ അനുനയത്തോടുകൂടി, അങ്ങ് ദാനശീലനല്ലേ, എനിക്കൊരു ഉപകാരം ചെയ്യണം അങ്ങയുടെ ഉദാര മനസ്സുകൊണ്ട്. ആ രാമകൃഷ്ണന്മാരെ ഗോകുലത്തിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണം. കൂട്ടത്തിൽ നന്ദനെയും ഗോപന്മാരെയൊക്കെ കൂട്ടിക്കോളൂ. പ്രത്യേകം പറയണം, ധനുർയാഗം കാണാൻ വേണ്ടിയിട്ടാണ്, ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നഗരമെല്ലാം ചുറ്റിക്കാണാനുണ്ട് എന്നും കുട്ടികളെ പറഞ്ഞ് പ്രലോഭിപ്പിക്കണം. ഇനി അവർ വരാതിരിക്കരുത്. അതിനുവേണ്ടി എന്തു വേണം?
ഗോമയങ്ങളായിട്ടുള്ള പാല്, തൈര്, വെണ്ണ, നെയ്യ് ഇതൊക്കെ ഉത്സവത്തിന് ആവശ്യമായിട്ടുള്ളത് കൊണ്ടുവരാനായിക്കൊണ്ടും പറയണം. അപ്പോൾ എന്തായാലും അവർക്ക് മുടങ്ങാൻ പറ്റില്ല. നന്ദന് വന്നേ പറ്റൂ, ഗോപന്മാർക്കും വന്നേ പറ്റൂ. കൂട്ടത്തിൽ ഈ രാമകൃഷ്ണന്മാരെയും കൂട്ടിയിട്ട് വരണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ടും അങ്ങ് വേണ്ടതുപോലെ ചെയ്യണം. ഇങ്ങനെ തൻ്റെ ഉദ്ദേശങ്ങളും പറഞ്ഞു. അവർ വന്ന ശേഷം അവരെ ഞാൻ ഇന്നതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെൻ്റെ അന്തകന്മാരായിട്ട് ജനിച്ചവരാണ്, അവരെ ഞാൻ ഒന്നുകിൽ ആനയെ കൊണ്ട് കൊല്ലിക്കും, അല്ലെങ്കിൽ മല്ലന്മാരെ കൊണ്ട് കൊല്ലിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട അക്രൂരൻ മറുപടി കൊടുക്കുന്നുണ്ട്, എല്ലാം ദൈവനിശ്ചയേ നടക്കുള്ളൂ കേട്ടോ. നമ്മൾ ഓരോന്നിനായിട്ട് പുറപ്പെടും, അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും ആയിരിക്കില്ല, വിപരീതമായിട്ടൊക്കെ ഫലിച്ചു എന്ന് വരാം. ഫലം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ഒരു ക്ലൂ കൊടുത്തിട്ട് പോയി, ഒരു കൊട്ട് കൊടുത്തിട്ട് പോയി. വേണമെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞോട്ടെ, ചിന്തിക്കുന്നവരാണെങ്കിൽ പിന്തിരിയാം. പക്ഷേ മൂഢന്മാര്, ദുഷ്ടന്മാർക്കൊന്നും പിന്തിരിയാൻ പറ്റില്ലല്ലോ, വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പം എന്തായാലും കംസൻ ആ ഉദ്ദേശത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ അക്രൂരന് രഥം പോലും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കംസൻ. ഈ രഥത്തിൽ വേണം കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രഥവുമായിട്ട് അക്രൂരൻ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി. അവിടുന്ന് എന്താ പറയുക, ഗൃഹത്തിൽ നിന്ന് പുറപ്പെട്ട് ഭാര്യയോടും മറ്റുമൊക്കെ യാത്ര പറഞ്ഞു പോകാനായിക്കൊണ്ട്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. ഈ അധ്യായം ആരംഭിക്കുന്നത്, അപ്പോൾ അതിൽ കേശി എന്ന് പറഞ്ഞ അസുരനോട് കംസൻ തന്നെ 36-ാം അധ്യായത്തിലും നിർദ്ദേശിക്കുന്നുണ്ട് അല്ലേ, ആ കേശിയെ വിളിച്ച് പറയുന്നുണ്ട്. എവിടെ പറഞ്ഞു? കണ്ടുപിടിക്കുന്നില്ല. ഈ പുസ്തകത്തിലെ പ്രിന്റിങ് വളരെ ഡിമ്മാണ്. എൻ്റെ കണ്ണിനും കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ പിടിക്കുന്നത് കുറവാണ്. ഇരുപത്തൊന്നാം ശ്ലോകത്തിൽ പ്രേഷയാമാസ ആരെ കംസ ആഭാഷ്യ കേശിന 20-21 ശ്ലോകത്തിൽ പ്രതിയാദേതു ദേവർഷൗ കംസ ആഭാഷ്യ കേശിനം പ്രേഷയാമാസ ഹന്യേതാം ഭവതാ രാമകേശവൗ. ആ കേശിയെ വിളിച്ച് ആജ്ഞാപിച്ചു, നിന്നാൽ ആ രാമകേശവന്മാർ കൊല്ലപ്പെടണം എന്ന്. അപ്പോൾ ആദ്യം കൊല്ലാനുള്ള ആളെ അയച്ചു. കംസന് തന്നെ അയാളിൽ വിശ്വാസമില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നാലെ അക്രൂരനെ കൂട്ടിയിട്ട് വരാൻ അയക്കുന്നത് അല്ലേ. ഒരാളെ കൊല്ലാൻ അയച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണമെന്ന് നോക്കി കാത്തു നിൽക്കണ്ടേ, റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നിട്ട് വേണ്ടേ, സാധിച്ചില്ലെങ്കിൽ വേണ്ടേ അടുത്ത ആളെ അയക്കാനായിക്കൊണ്ട്. അപ്പോൾ കംസന് തന്നെ ഉറപ്പാണ് അവൻ പോയ പോക്കാണ്, തിരിച്ചു വരവുണ്ടാവില്ല. ഇങ്ങനെയുള്ള ആത്മവിശ്വാസമില്ലാത്ത ആ കംസൻ, ഭയചകിതനായിട്ടുള്ള കംസൻ പിന്നാലെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നർത്ഥമാണ്. അപ്പോൾ കേശിയെ അയച്ചതിൻ്റെ പുറകെയാണ് അക്രൂരനെ വിളിച്ചിട്ട് നീ പോയിട്ട് രാമകൃഷ്ണന്മാരെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആജ്ഞാപിച്ചു. അതനുസരിച്ചിട്ടാണ് ഇവിടെ
നമ്മുടെ കേശി ഗോകുലത്തെ ചെന്ന് വറപ്പിക്കുന്നത്. ആ രംഗമാണ് വർണ്ണിക്കുന്നത് 37-ാം അധ്യായത്തിൽ ആദ്യ ഭാഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 37-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. കേശീതു കംസപ്രഹിതക്കുരൈർമഹീം മഹാഹയോ നിർജ്ജരയൻ മനോജവഃ സടാവദൂതാബ്രവിമാനസങ്കുലം കുർവന്നബോഹേഷിതഭീഷിതാഖിലഃ. ശ്രീശുക ഉവാച. കേശീതു കംസപ്രഹിതഃ കുരൈർമഹീം മഹാഹയോ നിർജ്ജരയൻ മനോജവഃ സടാവദൂതാബ്രവിമാനസങ്കുലം കുർവന്നബോഹേഷിതഭീഷിതാഖിലഃ. അപ്പൊ കേശീതു, ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. കേശീതു കംസപ്രഹിത എന്ന് പറയുന്നത്. കംസപ്രഹിത കേശീതു, കംസനാൽ പ്രേരിതനായി പറഞ്ഞയക്കപ്പെട്ടവനായ ആ കേശിയാകട്ടെ. കേശി എന്താ ചെയ്യുന്നത്? ആ കേശിയെക്കുറിച്ച് വിശേഷിപ്പിച്ചതാണ് മഹാഹയ മനോജവഃ സടാവദൂതാബ്രവിമാനസങ്കുലഃ ഹേഷിതഭീഷിതാഖിലഃ. ഇതൊക്കെ ആ കേശിയുടെ വിശേഷണങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന കംസപ്രഹിതനായിട്ടുള്ള കേശി മഹാഹയ. മഹാഹയം എന്ന് പറഞ്ഞാൽ വലിയ കുതിര, കുതിരകളിൽ വെച്ച് വലിയ കുതിര, വലിയ ശരീരമുള്ളതായിട്ടുള്ള ഗംഭീരനായിട്ടുള്ള കുതിര. മഹാഹയ മനോജവഃ. മനോജവഃ എന്ന് പറഞ്ഞാലോ മനസ്സിനേക്കാൾ വേഗമുള്ളവൻ, മനസ്സുപോലെ വേഗമുള്ളവൻ, മനസ്സിനനുസരിച്ച് സഞ്ചരിക്കാൻ സാമർഥ്യമുള്ളവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ മനസ്സിന്റെ വേഗതയോടുകൂടിയവൻ എന്ത് ചെയ്യുന്നു? ഗുറൈഹി മഹീം നിർജ്ജരയന്. കുരൈഹി തന്റെ കുളമ്പുകളെ കൊണ്ട്, മഹീം ഭൂമിയെ, നിർജ്ജരയന്, നിർജ്ജരയൻ തകർക്കുന്നവനായിട്ട്, പൊടിക്കുന്നവനായിട്ട് എന്നൊക്കെ അർത്ഥമാണ്. ഭൂമിയെ പിളർക്കുന്നവനായിട്ട് എന്നൊക്കെ പറയാം. അപ്പൊ മുമ്പ് നമ്മുടെ അരിഷ്ടാസുരൻ വന്നതുപോലെ തന്നെ അരിഷ്ടാസുരനും ഭൂമിയെ പിളർന്നുകൊണ്ടാണ്, തന്റെ കുളമ്പുകളെ കൊണ്ട് ഭൂമിയെ ചതച്ചുകൊണ്ടാണ് വന്നത്. അതേപോലെ തന്നെയാണ് ഈ വലിയ ശരീരത്തോട് കൂടിയ മഹാഹയനായിട്ടുള്ള കേശി വരുന്നതും. ഇപ്പൊ ഗുരൈഹി മഹീം നിർജ്ജരയൻ. മാത്രമല്ല സടാവദൂത അബ്രവിമാന സങ്കുലഃ. അവന്റെ സടകൾ, സട എന്ന് പറഞ്ഞാൽ കുതിരകൾക്ക് കഴുത്തിലെ രോമമുണ്ടല്ലോ, സിംഹത്തിന് കഴുത്തിലെ രോമമുള്ളതിനെയും സട എന്ന് പറയും, കുതിരയുടെ കഴുത്തിലുള്ള രോമങ്ങളെയും സട എന്ന് പറയും. അപ്പോൾ ആ സടകൾ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. അപ്പോൾ വലിയ സടകളായിരിക്കും അല്ലേ. ആ സട തന്നെയാണ് നമ്മൾ ജട എന്നും പിന്നീട് പറയുന്നത് അല്ലേ. നമ്മുടെ മനുഷ്യരുടെ ആകുമ്പോഴേക്കും ജടയായി. അപ്പൊ എന്തായാലും ആ സട കൊണ്ട് അവധൂത അബ്ര വിമാന സങ്കുലഃ. അവധൂതം എന്ന് പറഞ്ഞാൽ അവധൂനനം ചെയ്യാതെ തട്ടിത്തെറിപ്പിക്കുക, ശുദ്ധീകരിക്കുക. എന്ത്? ആകാശം. ആകാശത്ത് എന്തൊക്കെയുള്ളത്? അബ്രം. അബ്രം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ. അപ്പൊ മേഘങ്ങളെ തന്റെ സടകളെ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. വിമാനങ്ങൾ, ദേവന്മാരും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള വിമാനങ്ങൾ വന്ന് ആകാശത്ത് എപ്പോഴും ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ ഓരോന്ന് ചെയ്യുമ്പോൾ എന്താ ഇന്നത്തെ പരിപാടി എന്ന് നോക്കിക്കൊണ്ട് എന്നും ഭഗവാന്റെ ലീലകൾ കാണാനായിട്ട് വിമാനത്തിൽ ദേവന്മാരെത്താറുണ്ട്. അപ്പൊ ആ ദേവന്മാരുടെ വിമാനങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, അതാണ് സടാവദൂത അബ്രവിമാന സങ്കുലഃ. വിമാനങ്ങളെയും മേഘങ്ങളെയും എല്ലാം, അവന്റെ കൂട്ടങ്ങളെയെല്ലാം തന്റെ സടകളെ കൊണ്ട് അവധൂനനം ചെയ്തിട്ട് അത് കുറുവന് സങ്കുലം, സടാവദൂത അബ്രവിമാന സങ്കുലം കുറുവന്. അതിന് ആകെ കൂടി എന്താ പറയുക, കശക്കി എറിയുന്ന മാതിരിയൊക്കെ ചെയ്തിട്ട് തകർത്തെറിഞ്ഞുകൊണ്ട് ഹേഷിത ഭീഷിതാഖിലഃ. നഭസ്സില് ആകാശത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അതേപോലെ തന്റെ ഹേഷിതം കൊണ്ട്, ഹേഷിതം എന്നാൽ കുതിരയുടെ കരച്ചിലിന്റെ പ്രത്യേക പേരാണ്. ഓരോ ജന്തുക്കളും കരയുന്നതിന് പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് അല്ലേ. പട്ടിയാണെങ്കിൽ കുരയ്ക്കുക എന്ന് പറയും അല്ലേ. നമ്മൾ പാലക്കാട്ടുകാർ മനുഷ്യന്മാർ ചുമയ്ക്കുമ്പോൾ അതിനെ കുരയ്ക്കുക എന്ന് പറയും.
പാലക്കാടൻ ഭാഷയിൽ ചുമയ്ക്ക് ഞങ്ങൾ പറയുന്നതൊക്കെ കൊര എന്നാണ്. വാസ്തവത്തിൽ അത് പട്ടിയുടെ ശബ്ദത്തിൻ്റെ പേരാണ് കൊര എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടും ഒന്നാണ്. അപ്പോൾ ഓരോ ജന്തുക്കളുടെയും കരച്ചിലിന് ഓരോ പേര്. ഇവിടെ കുതിരയുടെ കരച്ചിലിന്റെ പേര് ഹേഷിതം. ഹേഷിതം കൊണ്ട് ഭീഷിതാകില, അഖിലരെയും ഭീഷണിപ്പെടുത്തുന്നു. ഭീഷിതം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നു. അപ്പോൾ ഈ കുതിരയുടെ അപാരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ശബ്ദം കേട്ട് അത് കേൾക്കുന്ന ഗോകുലത്തിലുള്ള പശുക്കളും കാളകളും മനുഷ്യന്മാരും എല്ലാവരും തന്നെ ഭീഷിതരാകുന്നു, ഭയപ്പെട്ടവരാകുന്നു. അഖിലരെയും ഭയപ്പെടുത്തിക്കൊണ്ട്, സകല ജീവജാലങ്ങളെയും ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹേഷിത ശബ്ദമാണ് ഈ കുതിരയുടെ എന്ന് പറയാ. ഇംഗ്ലീഷിൽ എന്താ പറയുക മറന്നു. ബ്രേയിങ് കഴുതയുടെ ശബ്ദത്തിന് പറയും. കഴുത ബ്രേയിങ് ആണ്. അതേപോലെ തന്നെയാണ് കുതിരയുടെ ശബ്ദം. മറന്നു. അപ്പൊ എന്തായാലും ഹേഷിത ഭീഷിതാകില, അഹേഷിതങ്ങളെ കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇവന്റെ വരവ്, ഗംഭീരമായിട്ടുള്ള വരവ്. എന്നിട്ടോ അവനെ വർണ്ണിക്കുകയാണ്. വിശാലനേത്രോ വികടാസ്യ കോടരോ ബൃഹദ്ഗളോ നീലമഹംബുദോപമഃ ദുരാശയ കംസഹിതം ചികിർഷുഃ വ്രജം സനന്ദസ്യ ജഗാമകമ്പയൻ. വിശാലനേത്രോ വികടാസ്യ കോടരോ ബൃഹദ്ഗളോ നീലമഹംബുദോപമഃ ദുരാശയ കംസഹിതം ചികിർഷുഃ വ്രജം സനന്ദസ്യ ജഗാമകമ്പയൻ. അവന്റെ കണ്ണുകൾ വലിയ കണ്ണുകളാണ്, തുറിച്ചിട്ടുള്ള പൊള്ള കണ്ണുകൾ. അതാണ് വിശാലനേത്ര. സാധാരണ കുതിരകളുടെ കണ്ണുകൾ വലിയ കണ്ണുകളാണ്, തുറിച്ചു നിൽക്കും, ഇങ്ങനെ എല്ലാ ഭാഗവും കാണുന്ന മാതിരി. അപ്പൊ അതിനാണ് അതിനെ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണുകൾക്ക് ഒരു കവചം പോലെ അണിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വിശാലനേത്ര, വലിയ കണ്ണുകളോടുകൂടിയവനും, വികടാസ്യ കോടരഃ, അവന്റെ ആസ്യം അത് വികടമായത്. വികടം എന്ന് പറഞ്ഞാൽ ഇവിടെ വിസ്തീർണം എന്ന അർത്ഥത്തിൽ വലിയത്, ഭയങ്കരമായത് എന്നൊക്കെ അർത്ഥം. ഭയങ്കരമായ ആസ്യ കോടരം. കോടരം എന്ന് പറഞ്ഞാല് പൊത്ത്, ഗുഹ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഗുഹ പോലെയുള്ള വായ പൊളിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുതിച്ച് പാഞ്ഞു വരുമ്പോൾ വായും പൊളിച്ചിട്ടാണ് ഈ കുതിരകൾ പായുക. അപ്പൊ അങ്ങനെ വായും പൊളിച്ചിട്ട് വലിയ ഗുഹ പോലെയുള്ള വായ പൊളിച്ചുകൊണ്ട് വിസ്തീർണമായിട്ടുള്ള വദനം അഥവാ ആസ്യമാകുന്ന ഗുഹയോടുകൂടിയവനും, വികടാസ്യ കോടരഃ ബൃഹദ്ഗളഃ, കുതിരകളുടെ കഴുത്ത് നല്ല വലിയ കഴുത്തുകളായിരിക്കും. ഇത് പ്രത്യേകം വലുത് ഇവന്റെ ബൃഹത്തായ ഗളം, വലിയ തടിച്ചതും നീണ്ടതുമായിട്ടുള്ള കഴുത്ത്. ബൃഹദ്ഗളഃ നീലമഹാംബുദോപമഃ, അവന്റെ ശരീരം ഏതുപോലെ? നീലമായ മഹാ അംബുദം, വലിയൊരു കാർമേഘം പോലെയുള്ളതായിട്ടുള്ള ആ ഉപമയോടുകൂടിയ ശരീരം എന്ന് വെച്ചാൽ നല്ല കറുത്ത കുതിരയാണ് എന്നർത്ഥം അല്ലേ? കറുത്ത നിറം കണ്ടാൽ തന്നെ പേടിയാവും. അപ്പൊ കുതിരകളുടെ കറുത്ത കുതിരകൾ കുറച്ചുകൂടി നമുക്ക് വൈൽഡായിട്ട് തോന്നും. വെള്ള കുതിരകളാണെങ്കിൽ കുറച്ച് സാത്വികമായിട്ട് തോന്നും, ശാന്തമായിട്ട് തോന്നും. സ്വഭാവത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ആ നിറത്തിനൊരു മനഃശാസ്ത്രമുണ്ട് അല്ലേ? ഭയപ്പെടുത്താനുള്ള നിറമാണ് കറുപ്പ്. അപ്പൊ ആ കറുത്ത വർണ്ണത്തോടു കൂടിയതായിട്ടുള്ള ആ ഗംഭീരനായിട്ടുള്ള കുതിര. ദുരാശയ, ദുരാശയ എന്ന് പറഞ്ഞാൽ അവന്റെ ആശയം, മനസ്സ് അത് ദുഷിച്ചതാണ്. എന്താ ഉദ്ദേശ്യം? രാമകൃഷ്ണന്മാരെ കൊല്ലുക, അല്ലാതെ ആരെങ്കിലും നന്നാക്കാൻ വേണ്ടിയിട്ടാണോ വരണത്? അപ്പൊ അതിന് ആരൊക്കെ തടസ്സം നിൽക്കുന്നുവോ അവരെയൊക്കെ കൊല്ലുക. അങ്ങനെ ദുഷ്ടമനസ്സോടു കൂടിയിട്ടാണ് വരവ്. ദുരാശയ കംസഹിതം ചികീർഷുഹു. എന്ത് ചെയ്യാനാണ് ഇവിടേക്ക് വരണം? എന്താ അയാൾക്ക് ഇവിടെ കാര്യം എന്നാണെങ്കിൽ, കംസഹിതം ചികീർഷുഹു, കംസന്റെ ഇച്ഛയെ പ്രവർത്തിക്കാനായിക്കൊണ്ട് കർത്തുമിച്ചു. കംസൻ ഉദ്ദേശിച്ചത്, കംസൻ നിർദ്ദേശിച്ച കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ വരവ്. കംസഹിതം ചികീർഷുഹു സഹ നന്ദസ്യ വ്രജം കമ്പയൻ ജഗാമ. അവൻ ആ നന്ദന്റെ വ്രജത്തെ, ഗോകുലത്തെ മുഴുവൻ കമ്പയൻ, കുലുക്കിക്കൊണ്ട്, എല്ലാവരെയും പേടിച്ച് വിറപ്പിച്ചുകൊണ്ട്, ഭൂകമ്പം ഉണ്ടാകും പോലെ, കൊടുങ്കാറ്റ് പോലെയൊക്കെയാണ് അവന്റെ വരവ്. അതാണ് നന്ദസ്യ വ്രജം കമ്പയൻ ജഗാമ. അവിടേക്ക് ഗമിച്ചു, ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. ഭയങ്കരമായിട്ടുള്ള രൂപവും ശബ്ദവും
ബഹളങ്ങളും ഒക്കെ ആയിട്ട് ഭൂമിയെ കുലുക്കിക്കൊണ്ടാണ് വരവ്. തം ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ധേഷിതൈർവാലവിഘൂർണിതാംബുദം ആത്മാനമാജൗ മൃഗയന്തമഗ്രണീഃ ഉപാഹ്വയത്സ വ്യനദൻ മൃഗേന്ദ്രവത്. തം ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ധേഷിതൈർവാലവിഘൂർണിതാംബുദം ആത്മാനമാജൗ മൃഗയന്തമഗ്രണീഃ ഉപാഹ്വയത്സ വ്യനദൻ മൃഗേന്ദ്രവത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറയണം. സ്വഗോകുലം ത്രാസയന്തം തം, തന്റെ ഗോകുലവാസികളെ, പശുക്കളെയും കാളകളെയും മനുഷ്യരെയും എല്ലാം വിറപ്പിക്കുകയാണ്, പേടിച്ച് വിറപ്പിക്കുകയാണ്. ത്രാസയന്തം തം, അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതായിട്ടുള്ള അവനെ ഭഗവാൻ പിന്നാലെ അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ തന്നെ ചെന്ന് അവനെ വിളിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞിട്ട്, എന്നോട് യുദ്ധത്തിന് വരൂ എന്ന്. അപ്പോ തദ്ധേഷിതൈർവാലവികൂർണിത അംബുദ, തദ്ധേഷിതൈഹി, അവന്റെ ഹേഷിതങ്ങളെ കൊണ്ടാണ് അവൻ ഗോകുലത്തെ വർപ്പിക്കുന്നത്. അതുപോലെ അവന്റെ വാലവികൂർണിത അംബുദം, അംബുദം മേഘങ്ങള്, വാലവികൂർണിതം, വാലം എന്നാൽ വാല് തന്നെ, കുതിരയുടെ വാല് പൊക്കി പിടിച്ചിട്ടുണ്ട്. ആ വാല് ചുഴറ്റിയിട്ട് അതുകൊണ്ട് മേഘങ്ങളെ കടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. നമ്മളെ മുമ്പ് കാളക്കൂറ്റം വന്നപ്പോഴും അതിന്റെ പൂഞ്ഞ കൊണ്ടും മറ്റുമൊക്കെ മേഘങ്ങളെ അടിച്ചു തെറിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ വാല് പൊക്കിയിട്ട് ആ വാല് കൊണ്ടാണ് മേഘങ്ങളെയൊക്കെ അടിച്ചു തെറിപ്പിക്കുന്നത്. അപ്പോ ആ എന്താ പറയുക, വാലവികൂർണിത അംബുദം, വാലുകൊണ്ട് മേഘങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്നവനും അവന്റെ ഹേഷിതങ്ങളെ കൊണ്ട് ഗോകുലത്തെ ഭയപ്പെടുത്തുന്നവനുമായിട്ടുള്ള തം, അവൻ എന്ത് ചെയ്യണ, ആജൗ ആത്മാനം മൃഗയന്തം. ആജൗ, ആജി എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ആജൗ, യുദ്ധത്തില് ആത്മാനം മൃഗയന്തം, തന്നെ തന്നെയാണ് അവൻ തിരയുന്നത് എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ട്, ആത്മാനം എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ. അപ്പൊ എന്നെ തിരയുകയാണ് അവൻ. ഇനിയിപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക മാറിയിരിക്കുകയൊന്നും വേണ്ട. കാരണം ഞാൻ മാറിയിരുന്ന അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കും. എന്നെ കിട്ടാതിരുന്നാൽ മറ്റുള്ളവരുടെ നേരെ അവന്റെ വീര്യം കാണിക്കും, അവന്റെ ദേഷ്യമൊക്കെ കാണിക്കും. അല്ലേ, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്ന് പറഞ്ഞ പോലെയാവും. അപ്പൊ ഞാൻ വേഗം തന്നെ അവന്റെ മുമ്പിൽ പ്രത്യക്ഷനാവാം എന്ന് കരുതി ഭഗവാൻ എന്ത് ചെയ്തു, തന്നെ തെരയുന്ന അവന്റെ മുമ്പിൽ അഗ്രണീഹി, അഗ്രണി എന്ന് പറഞ്ഞാൽ അഗ്രേ നയിക്കുന്നവൻ, മുമ്പിൽ നിൽക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. മുമ്പിൽ ചെന്ന് നിന്ന് ഉപാഹ്വയത്, ഉപാഹ്വയത് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വിളിച്ചു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവനെ തന്റെ അടുത്തേക്ക് ഭഗവാൻ വെല്ലുവിളിക്കുകയാണ്. നീ എവിടേക്കാ പോണ്? നീ മറ്റുള്ളവരെ ഒന്നും ഉപദ്രവിക്കേണ്ട, നിനക്ക് എന്നെയല്ലേ വേണ്ട, ഇങ്ങോട്ട് വാ എന്ന മട്ടില് പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ഉപാഹ്വയത്. അപ്പോഴോ ഭഗവാനെ കണ്ടതോടുകൂടി അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. സഹ വ്യനദത് മൃഗേന്ദ്രവത്, ആ കേശി വ്യനദത് ഗർജിച്ചു, നാദം ചെയ്തു. ഏതുപോലെ? മൃഗേന്ദ്രവത്, ഒരു സിംഹം ഗർജിക്കുന്നത് പോലെ ആ കുതിരയുടെ രൂപത്തിലുള്ള അസുരനായ കേശി ഭഗവാനെ നോക്കി എന്താ പറയുക, ഗർജിച്ചു എന്ന് പറയണം. സവ്യനദത് മൃഗേന്ദ്രവത്, അലറി എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഇതാ എൻകൗണ്ടർ, നേരിട്ടാണ്. ഇനിയിപ്പോ എവിടെയും പോകേണ്ട ആവശ്യമില്ല, തന്റെ ശത്രു തന്റെ മുമ്പിൽ തന്നെ വന്ന് നിൽപ്പുണ്ട് എന്ന് അവന് മനസ്സിലായി. അവനതാ ഭഗവാനെ ആക്രമിക്കാൻ വരുന്നു. സതം നിശാമ്യാഭിമുഖോ മുഖേനഖം പിബന്നിവാഭ്യദ്രവദത്യമർഷണഃ ജഗാന പദ്ഭ്യാം അരവിന്ദലോചനം ദുരാസദശ്ചണ്ഡജവോ ദുരത്യയഃ. സതം നിശാമ്യാഭിമുഖോ മുഖേനഖം പിബന്നിവാഭ്യദ്രവത് അത്യമർഷണഃ ജഗാന പദ്ഭ്യാമരവിന്ദലോചനം ദുരാസദശ്ചണ്ഡജവോ ദുരത്യയഃ. അപ്പോ സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ കേശി അവൻ എന്ത് ചെയ്തു? തം നിശാമ്യ അഭിമുഖ, തം നിശാമ്യ എന്ന് പറഞ്ഞാൽ അവനെ കണ്ടിട്ട് എന്നാണ്. ആരെ കണ്ടിട്ട്? കൃഷ്ണം നിശാമ്യ, കൃഷ്ണനെ കണ്ടിട്ട് എന്ത് ചെയ്തു? അഭിമുഖ, നേരെ
ഭഗവാന്റെ നേരെ തിരിഞ്ഞ് മുഖേന ഖം പിബന്നിവ, തന്റെ വായ കൊണ്ട് മുഖം കൊണ്ട് ഖം പിബന്നിവ, വലിയ വായ വളർന്നിട്ട് ആ വായ വളർക്കുമ്പോൾ ആകാശത്തെ വിഴുങ്ങുകയാണോ എന്ന് തോന്നും. അതാണ് ഖം പിബന്നിവ. ആകാശത്തെ പാനം ചെയ്യുന്നവനെ പോലെ കുതിച്ചു പായുമ്പോൾ, വായും പൊളിച്ച് കുതിച്ചു പായുമ്പോൾ ഒരു നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തോന്നുക ഇവൻ ആകാശത്തെ ഭക്ഷിച്ചു കൊണ്ട് പോവുകയാണെന്ന് തോന്നും, അല്ലേ? ആകാശത്തിന്റെ ഒരു അരികത്തു നിന്ന് കടിച്ച് അതിനെ തിന്നുകൊണ്ട് മുന്നേറുകയാണ് വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ അതിനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഖം പിബന്നിവ. അപ്പൊ വലിയ വായ പൊളിച്ച് ആകാശത്തെ കുടിക്കുന്നവനെ പോലെ പാഞ്ഞു വരികയാണ്. പിബന്നിവ അഭ്യദ്രവത്, അഭിദ്രവിച്ചു, ഭഗവാന്റെ നേർക്ക് പാഞ്ഞു എന്നർത്ഥം. ഭഗവാന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അത്യമർഷണ, അവന്റെ ഉള്ളിലെ അമർഷം, കോപം, അത് നല്ലോണം പ്രകടിപ്പിച്ചുകൊണ്ട്, വലിയ കോപത്തോടു കൂടിയവനായി ഗർജിച്ചുകൊണ്ട്, ദുരാസദ, അവന്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല, അത്രയും വേഗത്തിലും ശക്തിയോടെയാണ് വരണത്. ദുരാസദ, അവനെ സമീപിക്കാൻ സാധിക്കാത്തവനായിട്ട്, ദുരത്യയ, അവനെ കീഴ്പ്പെടുത്താൻ അതിക്രമിക്കാനൊന്നും ആർക്കും സാധിക്കില്ല, അത്രയും മഹാശക്തനാണ്. ദുരത്യയ ചണ്ഡജവ, ഉഗ്രമായ വേഗത്തോടു കൂടിയവനാണ്, ചണ്ഡമായ വേഗം, അതാണ് ചണ്ഡജവ. ആ ചണ്ഡവേഗത്തോടു കൂടിയവനായിട്ട് പദ്ഭ്യാം അരവിന്ദലോചനം ജഗാന, അവൻ എന്ത് ചെയ്തു? പദ്ഭ്യാം, തന്റെ രണ്ട് കാലുകളെ, മുൻകാലുകൾ ഉയർത്തിയിട്ട്, കുതിരകൾ അങ്ങനെയാണ്, ഒന്നുകിൽ മുൻകാലുകളെ കൊണ്ട് മാറത്തേക്ക് ചവിട്ടും തന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ, അതല്ലെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പിൻകാലുകളെ കൊണ്ട് കഴുതെ പോലെ തന്നെ ചവിട്ടിത്തൊഴിക്കും. എന്തായാലും പാദങ്ങളെ കൊണ്ട് അരവിന്ദലോചനം ജഗാന, ആ താമരക്കണ്ണനായ ഭഗവാനെ കണ്ടിട്ട് ക്രൂരത അവന്റെ മാറുന്നില്ല, അല്ലേ? താമരക്കണ്ണനാണ് ഭഗവാൻ. ഭഗവാൻ കൂളായിട്ടാണ് നിൽക്കുന്നത്, സുന്ദരനായിട്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കണ്ടാൽ കോപം ഉണ്ടാവാൻ പാടുമോ? ശമിക്കേണ്ടതല്ലേ? പക്ഷേ അവന്റെ ദുഷ്ടത്തരം കാണിക്കുകയാണ്. ഭഗവാനെ, അരവിന്ദലോചനായിട്ടുള്ള ഭഗവാനെ പദ്ഭ്യാം ജഗാന, തന്റെ പാദങ്ങളെ കൊണ്ട് ഹനിച്ചു എന്നർത്ഥം. ഒന്നുകിൽ രണ്ട് പാദങ്ങൾ, മുൻകൈകൾ ഭഗവാന്റെ മാറത്തേക്ക് ചവിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിൻകാലുകൾ തിരിഞ്ഞുകൊണ്ട് ഭഗവാനെ കിക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? അതാണ് ജഗാന. പക്ഷെ ഭഗവാനോ, ഭഗവാൻ ഈ ചവിട്ട് കൊള്ളുവോ? ഭഗവാൻ ആരാ മോൻ? യോഗികള് അവരുടെ കഠിനമായ തപസ്സില്, ധ്യാനത്തിലൊക്കെ ഏതൊരു ഭഗവാനെ പിടിക്കാൻ ശ്രമിക്കുന്നുവോ, ഭഗവാൻ പിടികൊടുക്കാതിരിക്കുന്നുവോ, ആ ഭഗവാനുണ്ടോ ഇവന്റെ സ്ഥൂലമായിട്ടുള്ള ചവിട്ടിന് നിന്ന് കൊടുക്കുന്നു, അല്ലേ? അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒഴിഞ്ഞു മാറുന്നു എന്നാണ്. എന്നിട്ടോ ഏത് കാലുകളെ കൊണ്ട് അവൻ ഭഗവാനെ ചവിട്ടിയോ അതേ കാലുകളെ ഭഗവാൻ കൂട്ടിപ്പിടിക്കും. രണ്ട് കാലുകളെയും ഒഴിഞ്ഞു മാറി കൂട്ടിപ്പിടിച്ച് അവനെ ചുഴറ്റി എറിയും 100 വിൽപ്പാട് ദൂരത്തേക്ക്. അതാണ് തദ്വഞ്ചയിത്വാ തമദോക്ഷജോരുഷ പ്രഗൃഹ്യ ദോർഭ്യാം പരിവിദ്ധ്യപാദയോഃ സാവജ്ഞമുത്സൃജ്യ ധനുഃശതാന്തരെ യഥോരകം താർക്ഷ്യസുതോ വ്യവസ്ഥിതഃ. തദ്വഞ്ചയിത്വാ തമദോക്ഷജോരുഷ പ്രഗൃഹ്യ ദോർഭ്യാം പരിവിദ്ധ്യപാദയോഃ സാവജ്ഞമുത്സൃജ്യ ധനുഃശതാന്തരെ യഥോരകം താർക്ഷ്യസുതോ വ്യവസ്ഥിതഃ. തദ്വഞ്ചയിത്വ എന്ന് പറഞ്ഞാൽ അവന്റെ ചവിട്ട് അവൻ ഹനിച്ചു, പാദം കൊണ്ട് ഹനിച്ചു എന്ന് പറഞ്ഞില്ലേ? ഭഗവാൻ അതിനെ വഞ്ചിച്ചു. വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിഞ്ഞു മാറുക. അവന്റെ ചവിട്ടിന് നിന്നുകൊടുത്തില്ല എന്നർത്ഥം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അവന്റെ ചവിട്ടിനെ വൃഥാവിലാക്കിയിട്ട് തദ്വഞ്ചയിത്വ തം അധോക്ഷജ. അധോക്ഷജനാണ് ഭഗവാൻ. ആർക്ക്? ഇന്ദ്രിയങ്ങളെ കൊണ്ട് പിടികിട്ടുന്നവനാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് പിടികിട്ടാത്ത ഭഗവാൻ അധോക്ഷജൻ. രുഷാ ദോർഭ്യാം പാദയോഹോ പ്രഗൃഹ്യ. രോഷത്തോടുകൂടി, ആഹാ നീ അത്രയ്ക്കായോ, എന്റെ നെഞ്ചത്തേക്ക് ചവിട്ടാറായോ എന്ന് മട്ടില് രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ദോർഭ്യാം, 2 കൈകൊണ്ടും പാദയോഹോ പ്രഗൃഹ്യ, അവന്റെ 2 പാദങ്ങളിലേക്കും ഗ്രഹിച്ചിട്ട് അവന്റെ 2 പിൻകാലുകളെയും കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് സാവജ്ഞം ഉത്സൃജ്യ പ്രഗൃഹ്യ എന്ത് ചെയ്തു? പരിവിദ്യ എന്നും കൂടി പറയുന്നുണ്ട്. പരിവിദ്യ എന്ന് പറയുമ്പോഴോ ഒന്ന് ചുറ്റും വേദിച്ചിട്ട്
പരിതഃ വേദ്യ, പരിവിദ്യ. അപ്പോൾ വളരെ വേഗത്തിൽ അവനെ ഇങ്ങനെ ചുഴറ്റി എന്നർത്ഥം. ദിക്കിനെ ഭേദിക്കുന്ന രീതിയിൽ അവനിങ്ങനെ ദിക്കിനെ കീറി മുറിക്കുന്ന വേഗതയിൽ ഭഗവാൻ ഇവനെ ചുഴറ്റി. പരിവിദ്യ, കാലിൽ പിടിച്ചുകൊണ്ടൊരു ചുഴറ്റ്, എന്നിട്ട് ഒരു ദൂരേക്ക് ഒരു ഏറ്, അല്ലേ, നമ്മുടെ എന്താ പറയുക, ഹാമർ ത്രോ എന്നൊക്കെ പറഞ്ഞ ഒളിമ്പിക്സിലൊക്കെ മത്സരങ്ങളുണ്ട്, അല്ലേ. ഒരു ചങ്ങലയിൽ ഒരു വലിയ ഇരുമ്പ് ഗോളം ഹാമർ കെട്ടിയിട്ടുണ്ടാവും. അതിനെ ആദ്യം ഒന്ന് നല്ലോണം അതിൻ്റെ മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ ഒന്ന് ചുറ്റിയിട്ടാണ് ഒരു ഏറ് ദൂരേക്ക്. എന്നതുപോലെ ഭഗവാൻ ഇവനെ പിടിച്ച് ഇവന്റെ കാലിൽ പിടിച്ച് ഇവന്റെ ശരീരമാകുന്ന ഹാമറിനെ ഒന്ന് കറക്കി നല്ലോണം വേഗം കിട്ടാൻ വേണ്ടി, ദൂരേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ദൂരേക്ക് എറിഞ്ഞു. എത്ര ദൂരേക്ക്? അതാണ് സാവജ്ഞം ഉത്സൃജ്യ ധനുശതാന്തരേ. ധനുശതം എന്ന് പറഞ്ഞാൽ 100 വിൽപ്പാട്, ശതം ധനുഹു. അപ്പൊ 100 വില്ലിന്റെ ദൂരത്തേക്ക്, അന്തരേ ദൂരേക്ക്, സാവജ്ഞം. സാവജ്ഞം എന്ന് പറഞ്ഞാലോ അവജ്ഞയോടുകൂടെ, ഒരു വിലയുമില്ലാതെ എന്നർത്ഥം. വലിയ ഗൗരവമൊന്നുമില്ല ഭഗവാനതില്. അത്രേ ഉള്ളൂ എന്നുള്ള മട്ടില്, നീയൊക്കെ എത്രേ ഉള്ളൂടാ എന്ന് അവനെ പുച്ഛത്തോടു കൂടിയിട്ട് ഉത്സൃജ്യ വലിച്ചെറിഞ്ഞു. അപ്പൊ ഭഗവാന്റെ ആ ഒരു പ്രതാപത്തെ, ശക്തിയെയൊക്കെ കാണിക്കുന്നതാണ്. ഇത്രയും ശക്തനായിട്ട് വന്ന ഈ കുതിരയെ നിസ്സാരമായി 2 പിൻകാലുകളിൽ പിടിച്ച് ചുഴറ്റിയിട്ട് അവജ്ഞയോടുകൂടി ഒരു ഏറ്, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് ഭഗവാൻ നിസ്സാരമായിട്ട് അവനെ എറിഞ്ഞു കളഞ്ഞു. ആരാം ഭഗവാൻ, അല്ലേ? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകന് ഈ കേശിയൊക്കെ എന്ത് ഒരു രോമം പോലും അല്ല, അത്രയും നിസ്സാരമാണ് എന്നർത്ഥം. അപ്പോ അങ്ങനെ ധനുശതാന്തരെ ഉത്സൃജ്യ 100 വിൽപ്പാട് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട്, ഏതുപോലെയാ വലിച്ചെറിഞ്ഞത്? യഥാ ഉരകം താക്ഷ്യസുത. താക്ഷ്യസുത ഗരുഡൻ. ആ ഗരുഡൻ ഉരകത്തെ എന്ന പോലെ. ഉരകം ഗരുഡനെ കൊത്താൻ പോകും, ഗരുഡൻ ആക്രമിക്കാൻ വരുമ്പോ. അപ്പോ ഗരുഡൻ എന്ത് ചെയ്യും? ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അവന്റെ തല ചേർത്ത് ചിറകുകൊണ്ട് അടിക്കുകയോ കാലുകൊണ്ട് മാന്തി കീറുകയോ കൊക്കുകൊണ്ട് കൊത്തുകയോ ഒക്കെ ചെയ്യും. എന്നിട്ട് ദൂരേക്ക് ഒരു കുടച്ചിൽ കുടയും. അപ്പൊ അതുപോലെ ഗരുഡൻ പാമ്പിനെ കുടഞ്ഞിടും പോലെ ഭഗവാൻ ഇവനെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവസ്ഥിത വിശേഷേണ അവസ്ഥിത, ഒരു കുലുക്കവുമില്ലാതെ നിന്നു എന്നർത്ഥം. ഇതൊക്കെ ചെയ്തിട്ടും വല്ല അധ്വാനമുണ്ടോ, കഥപ്പുണ്ടോ, ക്ഷീണമുണ്ടോ, എവിടെയെങ്കിലും ഇരുന്നോ? ഇത്രേ ഉള്ളൂ എന്നുള്ള മട്ടില് അവനെ വലിച്ചെറിഞ്ഞ ശേഷം കുലുങ്ങാതെ നിന്നു ഭഗവാൻ. നിന്നിടത്ത് തന്നെ, അതേ സ്ഥലത്ത് തന്നെ നിന്നു എന്നർത്ഥം. അത് ഭഗവാന്റെ ആ ഒരു അയത്ന ലളിതമായിട്ടുള്ള, ഭഗവാന്റെ ആ ഒരു ആയാസരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തി എന്ന് കാണിക്കുകയാണ്. സലബ്ധ സംജ്ഞ പുനരുക്തിദോരുഷ വ്യാദായ കേശീതരസാപദധരിം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യദോരഗംബിലേ. സലബ്ധ സംജ്ഞ പുനരുത്ഥിതോരുഷ വ്യാദായ കേശീതരസാപദധരിം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യദോരഗംബിലേ. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ അവൻ മോഹാത്സ്യപ്പെട്ട് വീണു ഭഗവാന്റെ ഏറില്. ലബ്ധസംജ്ഞ എന്ന് പറയുന്നുണ്ട്. ലബ്ധസംജ്ഞ എന്ന് പറഞ്ഞാൽ സംജ്ഞ ലഭിച്ചവനായിട്ട്, ബോധം തിരിച്ചു കിട്ടിയവനായിട്ട്. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ബോധം തിരിച്ചു കിട്ടിയവനായിട്ടുള്ള അവൻ ലബ്ധസംജ്ഞ പുനരുത്ഥിത, പിന്നെയും ചാടി എഴുന്നേറ്റു. അപ്പൊ തന്നെ ഇങ്ങനെ നിസ്സാരമായി വലിച്ചെറിഞ്ഞ് ഉണ്ടാതെ കൂസലില്ലാതെ നിൽക്കുന്ന ആ പയ്യനെ കണ്ടിട്ട് കോപം വർദ്ധിച്ചു. ആഹാ, നീ ഇത്ര ആയോ എന്ന മട്ടില് രുഷാ എന്ത് ചെയ്തു? എഴുന്നേറ്റ് വന്ന ഉത്തിതനായിട്ട് രോഷത്തോടെ വ്യാദായ വിശേഷേണ ആദായ, തന്റെ വായിനെ പിളർന്നുകൊണ്ട്, മുഖം പിളർന്നുകൊണ്ട്, വായും പൊളിച്ചുകൊണ്ട് തരസാ ഹരിം ആപതത്, വേഗത്തിൽ ഹരിയുടെ നേർക്ക് ആപതിച്ചു, ചാടി വീണു, ഭഗവാന്റെ നേർക്ക് പതിച്ചു. അപ്പോ ഭഗവാനോ സോപി സഹാബി സ്മയൽ, ഭഗവാൻ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വാ പണിയുണ്ട്, നിനക്ക് പറ്റിയ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അസ്യ വക്ത്രേ ബിലേ ഉരകം യഥാ ഉത്തരം ഭുജ പ്രവേശയാമാസ.
അപ്പൊ എന്ത് ചെയ്തു? ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ്, വായും പൊളിച്ചു വരുമ്പോ നല്ല സൗകര്യമായി. അത് വളരെ വേഗത്തിലാ വരണത്. വളരെ വേഗത്തിൽ വായും പൊളിച്ചു വരുന്ന അവന്റെ വായിലേക്ക് അസ്യ വക്ത്രേ ബിലേ ഉരകം യഥ, ഒരു മാളത്തിലേക്ക് പാമ്പിനെ കയറ്റി വിടും പോലെ ഭഗവാന്റെ വലിയ കൈകൾ, പാമ്പിനെ പോലെയുള്ള കൈകള് അവന്റെ വായാകുന്ന ബിലത്തിലേക്ക്, മാളത്തിലേക്ക് തള്ളിക്കയറ്റി കൊടുത്തു. സാധാരണ മാളത്തിലേക്ക് അല്ലേ പാമ്പ് അങ്ങടാ പോവുക, ഇത് മാളം പാമ്പിനെ തെരഞ്ഞു വരും പോലെ ഭഗവാന്റെ അടുത്തേക്ക് വരണു. അങ്ങനെ തന്റെ അടുത്തേക്ക് വരുന്ന ആ മാളം പോലെയുള്ള അവന്റെ വായിലേക്ക് ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ തടിച്ച കൈകള്, ഉരുണ്ട കൈകള്, പാമ്പിനെ പോലെയുള്ള കൈകള് അവന്റെ വായിലേക്ക് അങ്ങോട്ട് തള്ളി കയറ്റി കൊടുത്തു. എളുപ്പപ്പണി, ഒന്നും ചെയ്യേണ്ട. നിന്നിടത്ത് നിന്ന് കൈയൊന്ന് നീട്ടി അവന്റെ വായിലേക്ക്. അതാണ് ബിലേ ഉരകം യഥ ഉത്തരം ഉത്തരം ഭുജം പ്രവേശയ. ഉത്തരം എന്ന് പറഞ്ഞാൽ ദക്ഷിണത്തിന്റെ ഓപ്പോസിറ്റ്. ദക്ഷിണഭുജം എന്ന് പറഞ്ഞാൽ വലത്തെ കൈ. അപ്പൊ ഉത്തരം ഭുജമോ? വാമഭുജം തന്നെ, ഇടത്തെ കൈ. ഇടത്തെ കൈയാണ് ഭഗവാൻ. അതായത് ഭഗവാന്റെ അനായാസതയെ വീണ്ടും സൂചിപ്പിക്കുകയാണ്. ഇവനൊക്കെ ഇടത്തെ കൈ മതി എന്നുള്ള മട്ടില് ആ ഇടത്തെ കൈയിനെയാണ് പ്രവേശയാമാസ, അവന്റെ വായിലേക്ക് തള്ളി പ്രവേശിപ്പിച്ചു, കയറ്റിക്കൊടുത്തു, ഫുൾ ലോഡ് ചെയ്തു. അവന്റെ വരുന്ന വേഗത കൊണ്ട് ഭഗവാന്റെ കൈ മുഴുവൻ അവന്റെ തൊണ്ട വരയ്ക്കങ്ങട് കേറിപ്പോയി എന്ന് പറയാം. എന്തായിരിക്കും അവന്റെ അവസ്ഥ? അപ്പോഴേക്കും അവൻ വലിയ പല്ലുകളുണ്ട് അവന്, അല്ലെ, അരം പോലെയുള്ളതായിട്ടുള്ള പല്ലുകൾ. ആ പല്ലുകൊണ്ട് ഭഗവാന്റെ കയ്യിനെ കടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ ആരാ മോൻ, അല്ലേ? ഭഗവാൻ ഉടനെ തന്നെ തന്റെ കയ്യിനെ ഒരു ചൂടാക്കിയ ഇരുമ്പ് പോലെയാക്കി. അപ്പൊ ചൂടായ ഇരുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ഇരുമ്പ് കട്ടയിലേക്ക് പല്ലുകൊണ്ട് കടിച്ചാൽ എന്തായിരിക്കും ഫലം? ആ പല്ലൊക്കെ പൊട്ടിപ്പോകും. അങ്ങനെ ഈ കുതിരയുടെ പല്ലൊക്കെ പൊട്ടിപ്പോകുന്നതാണ് അടുത്ത രംഗം. ദന്താനിപേതുർഭഗവദ്ഭുജസ്പൃശഃ തേ കേശിനസ്തപ്തമയസ്പൃശോ യഥാം ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യഥാമയഃ സംവവൃധേ ഉപേക്ഷിതഃ. ദന്താനിപേതുർഭഗവദ്ഭുജസ്പൃശഃ തേ കേശിനസ്തപ്തമയഃ സ്പൃശോ യഥാം ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യഥാമയോ സംവവൃധേ ഉപേക്ഷിതഃ. ഭഗവത് ഭുജസ്പൃശഃ കേശിനഃ തേ ദന്താഹ. ദന്താഹ എന്ന് പറഞ്ഞ പല്ലുകൾ. എന്ത് ചെയ്ത പല്ലുകള്? തേ ദന്താഹ. ആരുടെ പല്ലാണ്? കേശിനഃ ദന്താഹ. എന്ത് ചെയ്ത പല്ല്? ഭഗവത് ഭുജസ്പൃശഃ, ഭഗവാന്റെ ഭുജത്തെ സ്പർശിച്ചത്. ഭഗവാന്റെ കയ്യിനെ കടിക്കാനായിക്കൊണ്ട് സ്പർശിച്ചു. കടിക്കാനായിട്ട് സ്പർശിച്ചതായിട്ടുള്ള അവന്റെ ആ കേശിയുടെ പല്ലുകള് തപ്തായ സസ്പൃശഃ യഥാ. തപ്ത അയഹ, തപ്തം അയഹ, തപിപ്പിക്കപ്പെട്ടതായിട്ടുള്ള അയസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്, ലോഹം എന്നൊക്കെ അർത്ഥം. ആ തപിച്ച അയസ്സിനെ സ്പർശിച്ചതുപോലെ, ചുട്ടു പഴുത്തിരിക്കുന്നതായിട്ടുള്ള ഇരുമ്പിനെ കടിച്ചാലോ അതുപോലെയായിട്ട് എന്ത് ചെയ്തു? നിപേതുഹു, നിപതിച്ചു, പല്ലൊക്കെ പൊട്ടി വീണു, കൊഴിഞ്ഞു വീണു ഒക്കെ ചെയ്തു. പല്ലില്ലാത്തവനായി കേശി എന്നർത്ഥം. നിപേതുഹു. ഇനി ഭഗവാന്റെ കൈ എന്ത് ചെയ്തു? തദ്ദേഹഗതഃ മഹാത്മനഃ ബാഹുഹു ച. തദ്ദേഹഗതഃ, അവന്റെ വായിലേക്ക് പ്രവേശിച്ച മഹാത്മനഃ, മഹാത്മാവായ ഭഗവാന്റെ ബാഹു, ആ ഇടത്തെ കയ്യാവട്ടെ അതെന്തായി? ഉപേക്ഷിതം ആമയം യഥാ സംവവൃതേ. സംവവൃതേ, സമ്യക് വവൃതേ, നന്നായി വൃദ്ധിയെ പ്രാപിച്ചു. എന്ന് പറഞ്ഞാലോ ഭഗവാന്റെ കൈ ഇവന്റെ വായിന്റെ ഉള്ളിൽ കിടന്ന് വലുതാവാൻ തുടങ്ങി. ആ വലുതാവുന്നതിനെ ഉപമിച്ചതാണ് ഏത്? ഉപേക്ഷിതഃ ആമയഃ യഥ. നമുക്ക് ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ രോഗങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിലോ ശ്രദ്ധിച്ചില്ലെങ്കിലോ, ഉപേക്ഷിച്ചതായിട്ടുള്ള രോഗം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള രോഗം, അത് പെട്ടെന്ന് വളർന്നു വരും, തീവ്രമാകും. പല രോഗങ്ങളും അങ്ങനെയാണ്, അല്ലേ? അതൊന്നും സാരമില്ല എന്ന് വിചാരിച്ച് നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ രോഗം വളരെ കഠിനമായിട്ട് മാറുക. പല അസുഖങ്ങളും അങ്ങനെയാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. ഉപേക്ഷിച്ചാൽ ഉടനെ വളർന്നു വരും. അതിനെ ആരംഭത്തിലേ തടയണം.
അപ്പോൾ ഇവിടെ ഉപേക്ഷിത ആമയ യഥ, ഉപേക്ഷിച്ച രോഗം എത്ര വേഗം വളരുമോ അതേ വേഗത്തിൽ സംഭവൃതി ഇവന്റെ വായിൽ കടന്ന് വളരാൻ തുടങ്ങി. ഇപ്പൊ ഇവന്റെ വായിൽ ഭഗവാന്റെ കൈ കൊള്ളുവോ, ഇവന്റെ തൊണ്ടയൊക്കെ തടഞ്ഞു, ഇവന് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്തതായി. അതാണ് സമേതമാനേന സ കൃഷ്ണബാഹുന നിരുദ്ധവായു ചരണാംശ്ച വിക്ഷിപന് പ്രസ്വിന്നഗാത്രഃ പരിവൃത്തലോചനഃ പപാതലേണ്ഡം വിസൃജൻ ക്ഷിതൗ വ്യസുഃ. സമേധമാനേന സ കൃഷ്ണബാഹുന നിരുദ്ധവായുശ്ചരണാംശ്ച വിക്ഷിപന് പ്രസ്വിന്നഗാത്രഃ പരിവൃത്തലോചനഃ പപാതലേണ്ഡം വിസൃജൻ ക്ഷിതൗ വ്യസുഃ. സമേധമാനേന കൃഷ്ണബാഹുന നിരുദ്ധവായുഃ സഹ. ഭഗവാന്റെ സമേധമാനേന കൃഷ്ണബാഹുന, കൃഷ്ണബാഹുന കൃഷ്ണന്റെ കൈകൊണ്ട് എന്ത് ചെയ്യുന്ന കയ്യ് സമേധമാനേന സമ്യക് ഏതമാനം, ഏതമാനം എന്ന് പറഞ്ഞാൽ വർദ്ധമാനം. അപ്പൊ നന്നായി വളർന്നു വരുന്നതായിട്ടുള്ള ഭഗവാന്റെ കൈകൊണ്ട് നിരുദ്ധവായുഃ സഹ, സഹ ആ കേശി നിരുദ്ധവായുവായി, അവന്റെ വായു നിരോധിക്കപ്പെട്ടു, പ്രാണനിരോധം ഏർപ്പെട്ടു, ശ്വാസം മുട്ടായി, അവന്റെ കണ്ണും മൂക്കും ഒക്കെ അങ്ങനെ അടഞ്ഞ പോലെയായി, തൊണ്ടയൊക്കെ അടഞ്ഞു ഭഗവാന്റെ കൈകൊണ്ട്. അവന് വായു ശ്വസിക്കാൻ പറ്റാതെയായി. അതാണ് നിരുദ്ധവായു സഹ. അപ്പൊ എന്താവും? ഭയം കൊണ്ട്, പ്രാണപീഡ കൊണ്ട് എന്ത് ചെയ്യും? ആരും ശ്വാസം മുട്ടിച്ചു കഴിഞ്ഞാൽ കയ്യും കാലും ഇട്ടടിക്കും. അതാണ് ചരണാഞ്ച വിക്ഷിപന്ന്, ചരണങ്ങളെ 4 കാലുകളെയും വിക്ഷിപന്ന് കൊടയാൻ തുടങ്ങി, പരക്കം പായാൻ തുടങ്ങി. ഭഗവാനോ കൈ വലിച്ചെടുക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പോലെയായി. ഭഗവാന്റെ കൈ വലുതായല്ലോ, വലുതായ കൈനെ അവനിട്ട് തുപ്പിക്കളയാൻ പറ്റുമോ? അതും പറ്റില്ല, അത് കുടുങ്ങിയിരിക്കണം, ബ്ലോക്കായിരിക്കണം. അവനിട്ട് വിട്ടാലും വിടില്ല. കമ്പിളിക്കെട്ട് എന്ന് പറഞ്ഞ പോലെ പുലിവാല് പിടിച്ചു. ഇപ്പൊ എന്തായി? അവൻ കയ്യും കാലും ഒക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. ശ്വാസതടസ്സം വന്നിട്ട് പ്രാണവേദനയോടുകൂടി ചരണാൻ വിക്ഷിപൻ പ്രസ്വിന്നഗാത്രഃ, അവന്റെ ശരീരമൊക്കെ വേർത്ത് കുളിക്കുന്നുണ്ട്. പ്രസ്വിന്നഗാത്രഃ പരിവൃത്തലോചനഃ, അവന്റെ കണ്ണുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. പരിവൃത്തലോചനഃ, എന്താ പറയുക, ഭ്രമം കാണിക്കണം, അവന്റെ മോഹാലസ്യത്തെ കാണിക്കുന്നു. അവന്റെ കണ്ണുകൾ കിടന്ന് ഭ്രമിക്കുന്നു. പരിവൃത്തലോചനഃ. മാത്രമല്ല ലേണ്ഡം വിസൃജൻ, ലേണ്ഡം എന്നുള്ളത് മലം, എന്താ പറയുക, ആവണക്കെണ്ണ കുടിച്ചതുപോലെയായി. അവന്റെ വയറ്റില് ബാക്കിയുണ്ടായിരുന്ന പഴകിയ പുരാണങ്ങളായ മലമടക്കം സർവമലവും എന്നർത്ഥം. അവന്റെ കുടലൊക്കെ കാലിയായി. അത്രയും പ്രഷറിലാണ് തള്ളുന്നത്, ശ്വാസം മുട്ട് വന്നിട്ടേ. അപ്പൊ ലേണ്ഡം വിസർജൻ, അവന്റെ മലവിസർജനമൊക്കെ ചെയ്തു. അവന്റെ ജീവിതത്തിൽ ഇനി ബാക്കിയൊന്നുമില്ല വിസർജിക്കാൻ. അവസാനത്തെ വിസർജനം ചെയ്തു. ലേണ്ഡം വിസർജൻ ക്ഷിതൗ വ്യസുഹു പപാത. ക്ഷിതൗ ഭൂമിയില്, വ്യസുഹു, വ്യസുഹു വിഗതഃ അസുഹു, പ്രാണൻ പോയവനായിട്ട് പതിച്ചു എന്നർത്ഥം. അപ്പോ കേശിയുടെ പണി കഴിഞ്ഞു. ഭഗവാന് വല്ല പണിയും ചെയ്യേണ്ടി വന്നോ? അവൻ തന്നെ വന്ന് വായും പൊളിച്ചു കൊടുത്തു. ഭഗവാന് കൈ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാൻ, അല്ലേ? ഭഗവാൻ ഒന്നും ചെയ്തില്ല, ഒരു പ്രയാസവും ഇല്ലാതെ അവനെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അവന്റെ പണി കഴിച്ചു എന്നർത്ഥം. അങ്ങനെ അസു പോയവനായി, പ്രാണൻ പോയവനായി, വ്യസുവായി ക്ഷിതൗ പപാത, ഭൂമിയിൽ അവൻ പതിച്ചു. അങ്ങനെ കേശി വധം കഴിഞ്ഞു. എന്നിട്ടോ തദ്ദേഹത കർക്കടികാബലോപമാത് വ്യസോർ അപാകൃഷ്യ ഭുജം മഹാഭുജഃ അവിസ്മിതോ അയത്നഹതാരിരുക്സ്മയൈഃ പ്രസൂനവർഷൈർദിവിജൈർ അഭിഷ്ടുതഃ. തദ്ദേഹത കർക്കടികാബലോപമാത് വ്യസോരപാകൃഷ്യ ഭുജം മഹാഭുജഃ അവിസ്മിതോ യത്നഹതാരിരുക്സ്മയൈഃ പ്രസൂനവർഷൈർദിവിജൈർ അഭിഷ്ടുതഃ. ഭഗവാൻ എന്ത് ചെയ്തു? തദ്ദേഹത, എങ്ങനെയുള്ള ദേഹത? വ്യസോഹ, വ്യസു പ്രാണൻ പോയതായിട്ടുള്ള അവന്റെ മൃതശരീരത്തിൽ നിന്ന് ദേഹത
അവന്റെ ദേഹത്തിലെ കർക്കടികാബലോപമാത് തദ്ദേഹത എന്ന് പറയുന്നുണ്ട്. കർക്കടികാബലം എന്ന് പറഞ്ഞാൽ, കർക്കടിക എന്ന് പറഞ്ഞാൽ കക്കരിക്ക എന്നൊക്കെ നമ്മൾ പറയുന്നത് തന്നെ, വെള്ളരിക്ക, കക്കരിക്ക, അതിനെയാണ് കർക്കടികാബലം എന്ന് പറയുന്നത്. അത് വിണ്ട് പിളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിനെ നെടുകെ പിളർന്നു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് വശത്തും അതിന്റെ കുരുക്കള് പല്ലുകൾ പോലെ ഉണ്ടാവും, അല്ലേ? അപ്പോ വിണ്ട പിളർന്നതായിട്ടുള്ള ഒരു കക്കരിക്ക പോലെയുള്ള അവന്റെ വായിൽ നിന്ന് മുറിഞ്ഞുപോയ പല പല്ലുകളുണ്ട്, പാതിയുള്ള പല്ലുകളുണ്ട്. അങ്ങനെയുള്ള പല്ലുകളോടുകൂടിയ പിളർന്നിരിക്കുന്ന കക്കരിക്ക പോലെയുള്ള അവന്റെ വായിൽ നിന്ന് കർക്കടികാബലോപമാത് തദ്ദേഹത. ഭഗവാൻ എന്ത് ചെയ്തു? മഹാഭുജ ഭുജം അപാകൃഷ്യ. മഹാഭുജൻ, വലിയ കൈയോടുകൂടിയവനായിട്ടുള്ള ഭഗവാൻ തന്റെ കയ്യിനെ ഒന്ന് നല്ലോണം നീട്ടിക്കൊടുത്തിരുന്നു. ആ വലിയ കൈയോടുകൂടിയതായിട്ടുള്ള ഭഗവാൻ കയ്യിനെ ചെറുതാക്കിയിട്ടുണ്ടാവും ആവശ്യം കഴിഞ്ഞപ്പോൾ. അതാണ് മഹാഭുജനായ ഭഗവാൻ അയത്നഹതാരിഹി. അയത്നമായിട്ട്, യത്നം കൂടാതെ അരിയെ ഹനിച്ചവൻ, ദുഷ്ടനെ ശത്രുവിനെ കൊന്നവനായിട്ടുള്ള ആ ഭഗവാൻ ആ ഭുജത്തെ അപാകൃഷ്യ, തന്റെ കയ്യിനെ അതിൽ നിന്ന് വലിച്ചെടുത്തു. എന്നിട്ട് അവിസ്മിത, യാതൊരു വിസ്മയവും കൂടാതെ നിൽക്കുന്നവനായിരുന്നു ഭഗവാൻ. വിസ്മയം എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഏതെങ്കിലും തരത്തിലുള്ള ഗർവം, അതൊക്കെ വിസ്മയമാണ്. എന്താ കാരണം വെച്ചാൽ അസാധ്യമായിട്ടൊരു ഗംഭീര കൃത്യം താൻ ചെയ്തു. എന്നെ കണ്ടില്ലേ, ഞാൻ ആരാ, നോക്കൻ, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള മട്ടിലുള്ള ഒരു അഭിമാനം, അഹങ്കാരം, സ്മയം ഒന്നും പ്രകടിപ്പിക്കാതെ, അല്പം പോലും ആശ്ചര്യമില്ലാതെ എന്നും. കാരണം എപ്പോഴാ ആശ്ചര്യം ഉണ്ടാവുക? ഇവൻ ഗംഭീരനാണ്, അവനെ ഞാൻ അതിലും ഗംഭീരനായിട്ടുള്ളവൻ കൊന്നു എന്ന് പറയുമ്പോഴാണ് വിസ്മയമൊക്കെ ഉണ്ടാവുക. ഇതൊന്നും ഭഗവാൻ യാതൊരു ഭാവഭേദവും ഇല്ല. ഒരു നിസ്സാര കാര്യം ചെയ്തു, എന്നാൽ അതിന്റെ അഹങ്കാരം തനിക്കിട്ട് ഇല്ലേന്, ഇതൊക്കെ എന്ത് എന്നുള്ള മട്ടില് നിസ്സാരമായിട്ട് അതിനെ കരുതി. താനും അതൊരു വലിയ കാര്യമൊന്നും ചെയ്തതായിട്ട് കരുതിയില്ല. അതുകൊണ്ട് തന്നെ ഗർവഭാവമൊന്നും ഭഗവാനും ഇല്ല, മേനി നടിക്കലൊന്നും ഇല്ല എന്നർത്ഥം. അതാണ് അവിസ്മിതോ അയത്നഹകാരിഹി ഉത്സ്മയൈഹി പ്രസൂനവർഷൈർ ദിവിജൈർ അഭിഷ്ടുത. എന്നാൽ ഭഗവാന് വിസ്മയമൊന്നുമില്ലെങ്കിലും മുകളിൽ ചിലർ വിസ്മയിച്ച് നിൽപ്പുണ്ട്. അതാണ് ഉത്സ്മയൈഹി ദിവിജൈഹി. ദിവിജന്മാര്, ദേവലോകത്ത് ജനിച്ചവര്, ദേവന്മാര് ഉത്സ്മയത്തോടുകൂടി, അവർക്ക് വലിയ വിസ്മയമുണ്ട്. കാരണം അത്രയും ശക്തനാണ് ഈ കേശി. ഈ കേശിയെ പോലൊരു അസുരനെ ഭഗവാൻ ഇത്രയും നിസ്സാരമായി കൊന്നുകളഞ്ഞു എന്നുള്ളത് ദേവന്മാർക്ക് ആശ്ചര്യം. അവരെന്ത് ചെയ്തു? പ്രസൂന വർഷൈഹി, ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് അഭിഷ്ടുത, ദേവന്മാരാൽ പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിക്കപ്പെട്ടവനായി എന്നർത്ഥം. ഭഗവാൻ സ്തുതിക്കപ്പെട്ടവനായി. അപ്പോ ഭഗവാൻ നിസ്സാരനായിട്ടാണ് അവനെ കണ്ടതും കൊന്നതും. അതിൽ തനിക്ക് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ വന്നിരുന്ന ഒരു കൊതുവിനെ തല്ലിക്കൊന്നിട്ട് ആരെങ്കിലും ഞാൻ ആരാമോ എന്ന് പറഞ്ഞ് അഭിനയിക്കുമോ? ഞാനൊരു കൊതുവിനെ കൊന്നവനാണ്, അല്ലേ? ചിലർ തമാശയായിട്ടൊക്കെ പറയും, ഞാനിന്ന് 12 പേരെ കൊന്നിട്ട് വരിക. എന്താ 12 പേര്? ഒരു 10-12 കൊതുവിനെ അടിച്ചു കൊന്നു. കേൾക്കുമ്പോൾ പേടിയാവും നോക്ക്, 12 പേരെ കൊന്നിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് ഒരു ഈച്ചയോ കൊതുവിനെയോ കൊല്ലുന്ന ലാഘവത്തോടെയാണ് ഭഗവാൻ ഈ കേശിയെ വധിച്ചത് എന്നുള്ളതാണ്. ഭഗവാന് ഒരു വിസ്മയവുമില്ല. എന്നാൽ കണ്ട ദേവന്മാർക്ക് വിസ്മയമായി ഈ ഗംഭീരനെ. കാരണം ഇവനെ പേടിച്ചിട്ട് ദേവന്മാർ പോലും ദേവലോകം വിട്ടു പോകുന്നവരാണ്. അതാണ് ഉത്സ്മയൈ പ്രസൂനവർഷൈർ ദിവിജൈർ അഭിഷ്ടുത. ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായി ഭഗവാൻ അവിടെ നിന്നു. ഇങ്ങനെ കേശിവധം എന്നുള്ള കഥ 9 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതാ നാരദന്റെ വരവ്. എവിടേക്ക്? ഗോകുലത്തിലേക്ക്. ആരെ കാണാൻ? സ്വാമിയെ കാണാൻ, അല്ലേ? ഭഗവാനെ കാണാൻ. എന്നിട്ട് ഭഗവാനുമായിട്ട് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. 15 ശ്ലോകങ്ങളാണ്. നമുക്ക് ഏതാനും ശ്ലോകങ്ങൾ കാണാം. ദേവർഷിരുപസംഗമ്യ
ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണം രഹസി ഏതദഭാഷത ദേവർഷിരുപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണം രഹസി ഏതദഭാഷത. ഹേ നൃപ, പരീക്ഷിത് രാജാവേ, തുടർന്ന് ഉണ്ടായ കഥ കേൾക്കൂ. ഭാഗവത പ്രവരഃ ദേവർഷി, ഭാഗവത ശ്രേഷ്ഠനായ ദേവർഷി, ഭാഗവതന്മാരിൽ വെച്ച് പ്രവരൻ, അല്ലെ, ഭഗവത് ഭക്തന്മാരിൽ വെച്ച് പ്രവരനായിട്ടുള്ള ആ ദേവർഷിയായ നാരദൻ അക്ലിഷ്ടകർമാണം കൃഷ്ണം ഉപസംഗമ്യ. അക്ലിഷ്ടകർമാണം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ഭഗവാന് ക്ലിഷ്ടമല്ല. ക്ലിഷ്ടമെന്നാൽ ക്ലേശം, ക്ലേശത്തോടുകൂടി ചെയ്യപ്പെടുന്നത്. അപ്പൊ ഭഗവാന് ഏതെങ്കിലും കർമ്മം ക്ലേശമുണ്ടോ? ഒരു ക്ലേശവും ഇല്ല. ഗോവർദ്ധന പർവ്വതമൊക്കെ ഒരു ചെറുവിരൽ കൊണ്ട് 7 ദിവസം പൊക്കി നിന്നതാണ്, അല്ലേ? കാളിയനെയൊക്കെ നിസ്സാരമായിട്ട് മർദ്ദിച്ചതാണ്. അതുപോലെ ഓരോരോ അസുരന്മാരെയും നിസ്സാരമായിട്ടാണ് വധിച്ചത്, ലീലയായിട്ട്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു കർമ്മത്തിനും ക്ലേശം ഇല്ല, അക്ലിഷ്ടകർമാവാണ്. അതാണ് അക്ലിഷ്ടകർമാണം ആ കൃഷ്ണം ഉപസംഗമ്യ, കൃഷ്ണനെ സമീപിച്ചിട്ട് രഹസി ഏതത് അഭാഷത. രഹസി എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ, ഏകാന്തത്തിൽ, വേറെ ആരും കേൾക്കാത്ത രീതിയിൽ ഭഗവാനോട് മാത്രം പറയാനുള്ള കാര്യങ്ങളാണ്, കോൺഫിഡൻഷ്യലാണ്. അതുകൊണ്ട് നാരദനും ഭഗവാനും മാത്രമായിട്ടൊരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ നാരദൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോ നാരദൻ വന്നിരിക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, ലോകഹിതത്തിനായിക്കൊണ്ടാണ്, അല്ലേ? അദ്ദേഹത്തിന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല, ലോകത്തെ അനുഗ്രഹിക്കുക. അപ്പൊ ഭഗവാന്റെ ഒരു ഭൃത്യൻ തന്നെയാണ് ഭാഗവതോത്തമനായിട്ടുള്ള അദ്ദേഹം. ഭഗവാന്റെ ലീലകൾ കാണാൻ കൊതിയോടുകൂടെ, ഭഗവാന്റെ അവതാര ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് കാണാനുള്ള ധൃതിയോടുകൂടെ ഭഗവാനെ ആ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് കൃഷ്ണനെ സംബോധന ചെയ്യുന്നു. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സത്വതാം പ്രവര പ്രഭോ. മുഴുവൻ സംബോധന മാത്രമാണ് ഈ ശ്ലോകം. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സത്വതാം പ്രവര പ്രഭോ. ഭഗവാന്റെ വിവിധ നാമങ്ങൾ വിളിച്ച് സംബോധന മാത്രം ചെയ്യണം. കൃഷ്ണ കൃഷ്ണ, അല്ലയോ കൃഷ്ണ. അപ്രമേയാത്മൻ, അങ്ങ് ആരാണ് മോൻ, അല്ലേ? അങ്ങയുടെ സ്വരൂപം അപ്രമേയം, ഇന്നത് എന്ന് പറയാനാവാത്തത്, അല്ലേ? കാലദേശാവദിഭ്യാം നിർമുക്തം, അനന്തമാണ് അങ്ങയുടെ സ്വരൂപം. പ്രമയ്ക്ക് വിഷയമല്ല, പ്രമേയമല്ല. ഒരു പ്രമകളെ കൊണ്ടും അങ്ങയെ അറിയാൻ കഴിയുകയില്ല, ഒരു പ്രമാണം കൊണ്ടും അങ്ങയെ അറിയാൻ കഴിയുകയില്ല. അപ്രമേയാത്മൻ. അപ്പൊ ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ തന്നെയാണ് ഓരോ പേരിലൂടെയും പറയുന്നത്. അങ്ങ് ആരാണ്? അപ്രമേയാത്മാവാണ്. അങ്ങേക്ക് ഇവിടെ സാധിക്കേണ്ടതായിട്ടൊന്നുമില്ല, അങ്ങേക്ക് സാധ്യമല്ലാത്തതായിട്ടും ഒന്നുമില്ല. അങ്ങയുടെ മഹത്വം എവിടെ കിടക്കുന്നു? യോഗേശ, എന്നാൽ അങ്ങ് യോഗേശനാണ്, ഇല്ല? യോഗങ്ങളുടെ എല്ലാം ഫലത്തെ കൊടുക്കുന്നവനാണ്. അങ്ങേക്ക് ഏത് വേഷം കെട്ടാനുള്ള സിദ്ധികളുള്ള യോഗേശനാണ്, അല്ലെ? എന്ത് വേഷം വേണമെങ്കിൽ കെട്ടാനും അങ്ങേക്ക് സാധിക്കും. അപ്പോ അങ്ങ് ജഗതീശ്വര, ഈ ജഗത്തിന്റെ പരിപാലകനാണ്. അപ്പൊ ഈ ജഗത്തിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങയുടെ വിവിധ വേഷങ്ങളൊക്കെ. അപ്പോ അങ്ങ് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, അങ്ങേക്കും അറിയാം. അപ്പൊ അത് വന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ജഗത്തിന്റെ ഈശ്വരനല്ലേ, ഈ ലോകത്തെ രക്ഷിക്കേണ്ടവനല്ലേ, രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ അവതാരം. വാസുദേവ, ഇപ്പൊ വസുദേവരുടെ പുത്രനാണ് അങ്ങ്, അല്ലേ? അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ നന്ദന്റെ മകനായിട്ടാ ഇവിടെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് നന്ദപുത്രനല്ല, അങ്ങ് വാസുദേവനാണ്, വസുദേവന്റെ മകനാണ്. അങ്ങയുടെ അച്ഛൻ കാരാഗ്രഹത്തിൽ കിടക്കുക, പാവം. ആ പുത്രധർമ്മം നിർവഹിക്കണ്ടേ?
ഇപ്പൊ ഏതായാലും വേഷം കെട്ടിയില്ലേ? അപ്പോൾ വസുദേവര് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരെ മോചിപ്പിക്കണ്ടേ? പുത്രന്റെ ധർമ്മം എന്താ? അച്ഛനെ നരകങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുക, ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കുക. അപ്പൊ വേഗം പോണ്ടേ അച്ഛനെ രക്ഷിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് വാസുദേവ അഖിലാവാസ, എല്ലാറ്റിലും ആവസിക്കുന്നവനാണ് അങ്ങ്. അങ്ങ് വസുദേവരുടെ പുത്രനാണെങ്കിലും അങ്ങ് അഖിലാവാസനുമാണ് അല്ലേ? എല്ലാറ്റിലും വസിക്കുന്ന ആത്മസ്വരൂപനാണ്. സാത്വതാം പ്രവര, ഭക്തന്മാർക്കെല്ലാം രക്ഷകനാണങ്ങ്, എല്ലാവരുടെയും പതിയാണ്. യാദവന്മാരുടെയൊക്കെ രക്ഷകനാണ് എന്നും കൂടി അർത്ഥമാണ്. സാത്വതന്മാര് എന്നുള്ളതിന് ഭക്തന്മാര് എന്നും യാദവന്മാര് എന്നും അർത്ഥമുണ്ട്. അപ്പൊ യാദവന്മാരുടെ പതിയാണ് അങ്ങ്. അങ്ങ് ഇവിടെ ഈ ഗോപന്മാരുടെ പതി മാത്രമല്ല. ആ യാദവന്മാര് പാവങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അവിടെ? കംസന്റെ പീഡകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഉഗ്രസേനനും ദേവകനും വസുദേവരും എല്ലാവരും കഷ്ടപ്പെടുന്നു. മാത്രമല്ല അവര് അങ്ങയെ കാണാൻ കൊതിക്കുന്നു. യാദവന്മാരൊക്കെ എത്ര കാലമായി കണ്ണിൽ എണ്ണയൊഴിച്ച് അങ്ങയെ കാത്തിരിക്കുന്നു, അങ്ങയുടെ ദർശനത്തിന് വേണ്ടി കൊതിക്കുന്നു. അപ്പൊ അങ്ങിവിടെ ഗോപന്മാരെ മാത്രം സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അങ്ങയുടെ ബന്ധുക്കളായിരിക്കുന്ന യാദവന്മാർക്ക് ദർശനം കൊടുക്കണ്ടേ? അവരും അങ്ങയെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയല്ലേ മധുരാപുരിയില് എന്നൊക്കെ ഈ ഓരോ പേരിലും സൂചനയുണ്ട്. ഈ പേരൊക്കെ ഈ സൂചനയോടുകൂടി ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ്. സത്വതാം പ്രവര, പ്രഭോ. അല്ല, അങ്ങിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എന്ത് കഴിവാണുള്ളത് എന്നാണെങ്കിൽ അങ്ങക്ക് എന്താ കഴിവില്ലാത്തത്? അങ്ങ് എല്ലാറ്റിനും സമർത്ഥനാണ്, പ്രഭുവാണ്. അതുകൊണ്ട് ഒരു മുടക്കവും പറയരുത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക്. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പേരുകൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഉദ്ദേശ്യങ്ങളാണ് എനിക്ക് അങ്ങയോട് ഉണർത്തിക്കാനുള്ളത്. അവരെയൊക്കെ രക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. അതിൽ അങ്ങ് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാനും പാടില്ല. അങ്ങ് പ്രഭുവാണ്, യോഗേശനാണ്, ജഗദീശ്വരനാണ്. ഇങ്ങനെ ആദ്യമേ ഭഗവാന്റെ വിശേഷ നാമങ്ങളെ പറഞ്ഞ് എന്താ പറയുക, ഭഗവാന്റെ ആ മഹത്വത്തെ ഭഗവാന് തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഭഗവാന്റെ കർത്തവ്യങ്ങളെ ഭഗവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ മട്ടില് നാരദൻ ഭഗവാനെ സംബോധന ചെയ്തു. ഇതെല്ലാം സംബോധനയായിരുന്നു. എന്നിട്ട് പറയുന്നു, ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരിവൈധസാം ഗൂഢോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വരഃ. ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരിവൈധസാം ഗൂഢോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വരഃ. അപ്പൊ ഭഗവാന്റെ സ്വരൂപത്തെ ആദ്യം എടുത്തു പറയുന്നു. അതിനുശേഷം ഭഗവാൻ ഈശ്വരനാണെന്നുള്ള ഭാവത്തെ പറയുന്നു അല്ലേ? ബ്രഹ്മഭാവം, ഈശ്വരഭാവം. പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിലെ പരിപാലനകർത്താവായ വിഷ്ണുവിന്റെ ഭാവം, ആ പരിപാലനത്തിന് വേണ്ടി അവതാരമെടുത്ത കൃഷ്ണഭാവം. ഇങ്ങനെ 4 തലങ്ങളിൽ ഭഗവാനെ സ്തുതിക്കേണ്ടത് നാരദൻ. ഏറ്റവും ഉയർന്ന തലം ഭഗവാന്റെ സ്വരൂപം, ബ്രഹ്മസ്വരൂപം. അത് കഴിഞ്ഞ് ഭഗവാൻ നാരായണൻ എന്നുള്ള ഭാവം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഭൂതനായിട്ടുള്ള ഈശ്വരനായി നാരായണനായിട്ടുള്ള ഭാവം. അതിൽ തന്നെ ത്രിമൂർത്തികളായി അതിൽ വിഷ്ണു എന്നുള്ളതായിട്ടുള്ള ഭാവം, പരിപാലനം ചെയ്യുന്ന വിഷ്ണു എന്നുള്ളതായിട്ടുള്ള ഭാവം. അത് കഴിഞ്ഞ് ആ വിഷ്ണുവിന്റെ തന്നെ പരിപാലനത്തിനായിട്ടുള്ള അവതാരങ്ങളായി ഇറങ്ങി വരുന്നതായിട്ടുള്ള അടുത്ത തലം. ഇങ്ങനെ 3 ടയർ 4 ടയർ എന്നൊക്കെ പറയും പോലെയുള്ള സിസ്റ്റമാണിത്. പല തലങ്ങളിലുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഭാവം.
ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിർഇവൈധസാം ഗൂഢോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വരഃ. ത്വം അങ്ങ് ആരാണ്? സർവഭൂതാനാം ആത്മാ, സകല ഭൂതങ്ങളുടെയും സത്യമാണങ്ങ്. എല്ലാവർക്കും ആത്മാവാണ്, എല്ലാവരുടെയും റിയാലിറ്റി, എക്സിസ്റ്റൻസ് അത് അങ്ങാണ്. അങ്ങില്ലാതെ ഭൂതങ്ങളില്ല. ആഭരണങ്ങളുടെ ആത്മാ സ്വർണമായിരിക്കുന്നത് പോലെ അങ്ങാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആത്മാ. അങ്ങില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അപ്പോൾ സർവഭൂതാനാം ആത്മാത്വം ഏകഃ ജ്യോതിഹി ഇവ ഏതസാം. ഏതസാം ജ്യോതിഹി ഇവ. ഏതസാം ജ്യോതി. ഏതസ്സുകൾ എന്നാൽ ഇന്ധനങ്ങൾ, വിറകുകൾ, മരങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ വിറകുകൾ വ്യത്യസ്തങ്ങളായിരിക്കാം, പക്ഷെ അതിലൊക്കെ ജ്യോതി ഒന്നാണ്. ഏകഃ, അഗ്നി ഒന്നാണ്. എത്ര വിറകുകളുണ്ടെങ്കിലും വിറകുകളിലാണ് വൈവിധ്യം, ആകൃതി വ്യത്യാസം, അതിന്റെ ഗുണവ്യത്യാസം ഒക്കെ കൊണ്ട് അതിലുണ്ടാകുന്ന അഗ്നിയുടെ നിറവ്യത്യാസം ഒക്കെ ഉണ്ടാവും. പക്ഷെ അഗ്നി എത്രയുണ്ട് ചോദിച്ചാൽ അഗ്നി തത്വം ഒന്നാണ്. ഏതസ്സുകൾ പലത്, അഗ്നി ഒന്ന്. എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു അഗ്നി. എല്ലാ വിറകിലും അഗ്നി വ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഏതസാം ജ്യോതിഹി ഇവ. ഏതസ്സുകളിൽ ജ്യോതി, അഗ്നി എന്നതുപോലെ സർവഭൂതാനാം ഏകഃ ആത്മാത്വമേവ. എല്ലാ ഭൂതങ്ങളുടെയും ഏകനായ ആത്മാ അങ്ങാകുന്നു. ഗൂഢഃ ഗുഹാശയഃ. അങ്ങ് ഗൂഢനാണ് എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്നു, നേരിൽ ആർക്കും പ്രത്യക്ഷമായി കാണുന്നില്ല. ഗുഹാശയഃ, അങ്ങ് ഗുഹയിൽ ശയിക്കുന്നവനാണ്. അന്ധക്കരണമാകുന്ന ഗുഹയിൽ, ബുദ്ധിയിൽ ശയിക്കുന്നവനാണ്. അങ്ങയെ കാണണമെങ്കിൽ അന്തർമുഖരായി ഈ ബുദ്ധിയിലാണ് കാണേണ്ടത്. അന്ധക്കരണത്തിലാണ് അങ്ങയെ സാക്ഷാത്കരിക്കേണ്ടത്. ഈശ്വര തത്വം എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെങ്കിലും എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നമ്മുടെ നഖശികാന്തം വ്യാപിച്ചിരിപ്പുണ്ട് എന്ന് വെച്ചാൽ തലമുടിയുടെ അറ്റത്താണോ ധ്യാനിക്കേണ്ടത്? നഖത്തിന്റെ അറ്റത്താണോ? പെരുവിരലിന്റെ അറ്റത്താണോ ധ്യാനിക്കേണ്ടത്? എവിടെ പിടിച്ചാണ് ധ്യാനിക്കുക എന്ന് ചോദിച്ചാൽ ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൗ ഗുഹായാം. അന്ധക്കരണമാകുന്ന ഗുഹയിലാണ് തിരയേണ്ടത്, അന്വേഷിക്കേണ്ടത്. അവിടെയാണ് ആത്മാവിന്റെ എന്താ പറയുക, സെന്റർ എന്ന് പറയുക. എല്ലാവരുടെയും വ്യാപിക്കാത്തത് കൊണ്ടല്ല. ആ എന്താ പറയുക, രാജാവിന്റെ അധികാരം രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കാണണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ചെല്ലണം. കൊട്ടാരത്തിൽ ചെന്ന് സദസ്സിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ സിംഹാസനത്തിൽ ഇരിപ്പുണ്ടാവും. എന്നതുപോലെ ഈ ശരീരമാകുന്ന രാജ്യത്ത് മുഴുവൻ ഈ രാജാവ് വ്യാപിച്ചിരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാൻ, ധ്യാനിക്കാനായിക്കൊണ്ട് ഹൃദയ ഗുഹയിൽ, ബുദ്ധി ഗുഹയിൽ എന്നൊക്കെ പറയും, ധ്യാനിക്കാനായിട്ട്. അതാണ് ഗുഹാശയ, ഗൂഢ ഗുഹാശയ സാക്ഷി. എല്ലാം കാണുന്നവനാണ്, എല്ലാറ്റിനും സാക്ഷിയാണവൻ, എല്ലാം അറിയുന്നുണ്ട്, സർവസാക്ഷിയാണ്. മഹാപുരുഷ ഈശ്വര. ഭഗവാൻ മഹാപുരുഷനാണവിടെ. മഹാപുരുഷൻ, വിരാട് പുരുഷൻ തന്നെ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ, എല്ലാ പുരികളിലും ശയിക്കുന്നവൻ, സ്വയം പൂർണ്ണനായിരിക്കുന്നവൻ. മഹാപുരുഷ, ഉത്തമപുരുഷ, ഈശ്വര, എല്ലാറ്റിൻ്റെയും നിയന്താവും ആകുന്നു. അപ്പോൾ ഭഗവാനെ, കൃഷ്ണനെ നോക്കിക്കൊണ്ട് ഭഗവാൻ ആരാണെന്നുള്ള കാര്യം നാരദൻ തന്നെ അങ്ങോട്ട് അറിയിക്കുകയാണ്. എന്തിന്? ഭഗവാൻ ഞാനാരാ, എനിക്കിതൊന്നും അറിയില്ലേ, ഞാനൊരു സാധാരണ ഗോപാലബാലൻ എന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഭഗവാനെ കുരുക്കുകയാണ്. അല്ലേ? ഭഗവാൻ ആരാണെന്ന് എല്ലാ രഹസ്യവും എനിക്കറിയാം, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എൻ്റെ അടുത്ത് വേഷം കെട്ടൊന്നും വേണ്ട, മറ്റുള്ളവരൊക്കെ അങ്ങയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അല്ലേ? മൂഢാഹ അവജാനന്തി മാനുഷീം തനുമാശ്രിതം ഇതി. പക്ഷെ ഞാൻ മൂഢന്മാരുടെ കൂട്ടത്തിൽ പെടില്ല. ഐ നോ ഹൂ യു ആർ.
അതുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് വേഷം കെട്ടൊന്നും വേണ്ട, രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. അങ്ങ് ആരാന്ന് എനിക്ക് ശരിക്കും അറിയാം, അങ്ങ് എന്തിനു വന്നതാണെന്നറിയാം. അപ്പം അതുകൊണ്ട് ഞാനിതാ അങ്ങയെ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ മുമ്പിൽ പറയാനും, ദേവന്മാരുടെയൊക്കെ ആഗ്രഹമാണ് ഞാൻ വന്ന് പറയുന്നത്, അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ആത്മനാത്മാശ്രയപൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപഃ സൃജസി അൽസി അവസി ഈശ്വരഃ. ആത്മനാത്മാശ്രയപൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപഃ സൃജസി അൽസി അവസി ഈശ്വരഃ. അപ്പോൾ ഈ രാസക്രീഡ കഥകൾ വായിച്ചവര് അവിടെ നിർത്തരുത്, ഇതും കൂടിയൊക്കെ ചേർത്ത് വായിക്കുക, അല്ലേ? അപ്പോൾ ഭഗവാൻ ആരാന്ന് മനസ്സിലാവും. എന്നിട്ട് രാസക്രീഡയെക്കുറിച്ച് വിമർശനം ചെയ്യുക. ഇത് അപ്പുറവും ഇപ്പുറവും വായിക്കില്ല, നടുവിലൊരു കഷ്ണം വായിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനങ്ങളുമായിട്ട് ഇറങ്ങും ഓരോരുത്തർ. അപ്പോൾ പൂർണ്ണമായിട്ട് വായിക്കൂ. ഭാഗവതത്തില് ഭഗവാനെ കുറിച്ച് ഇനി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കൂ. മുഴുവൻ കേട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിണ്ടില്ല, ഒരു വിമർശനം ഉണ്ടാവില്ല. അപ്പൊ അല്പന്മാര് അവിടെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കള്ളത്തരത്തിൽ ഓരോ ഡോക്ടറേറ്റും എടുത്തും പല ഉദ്യോഗങ്ങൾ, ഡിഗ്രികൾ, കള്ള ഡിഗ്രികളിലൂടെ എന്താ പറയുക, ശങ്കരാചാര്യരുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാരായിട്ടൊക്കെ കയറിക്കൂടിയിട്ടുണ്ട് കുറേ എണ്ണം. ഒക്കെ കമ്മ്യൂണിസം, SFI ഉപയോഗിച്ചുകൊണ്ട് പിൻവാതിലിലൂടെ പലതും ഡിഗ്രികളും സർട്ടിഫിക്കറ്റും സമ്പാദിച്ച് അവിടെയും ഇവിടെയും കുറച്ച് സംസ്കൃത കഷ്ണങ്ങളൊക്കെ മനസ്സിലാക്കി. നല്ലൊരു വാചകം സംസ്കൃതത്തിൽ പറയാനൊന്നും അറിയില്ല, എന്നാലും വിഡ്ഢികളായിട്ടുള്ള ആളുകളെ പറ്റിക്കാനുള്ള മരുന്നൊക്കെ അവരുടെ കയ്യിലുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കോട്ട് ചെയ്യും, സൗകര്യത്തിന് കോട്ട് ചെയ്യും. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും ഹിന്ദുക്കളെ ശിഥിലമാക്കാനും അതിനാണ് ഇവര് ഈ ശങ്കരാചാര്യരുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറിക്കൂടിയിരിക്കുന്നത്. ശങ്കരാചാര്യരെ തന്നെ കുറ്റം പറയും, അദ്വൈത വേദാന്തത്തെ കുറ്റം പറയും, സനാതന ധർമ്മത്തെ കുറ്റം പറയും. എന്നിട്ട് ശമ്പളം മാത്രം സനാതന ധർമ്മത്തിന്റെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ. അല്പന്മാര്, മൂഢന്മാര്, സ്വാർത്ഥന്മാര്, മറ്റുള്ളവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട്, അല്ലെ, അന്യമതസ്ഥരുടെ നിന്നും മറ്റുമൊക്കെ കാശ് വാങ്ങിച്ച് ഹിന്ദു മതത്തെ കുറ്റം പറയാൻ വേണ്ടി കൂലിക്ക് നടക്കുന്നവർ അവരൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് പുറന്തള്ളുക. കള്ളന്മാരാണ്, കപടന്മാരാണ്, വഞ്ചകന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞ് പുറന്തള്ളുക. ഡൽഹിക്കാര് ആപ്പിനെ തള്ളിയ പോലെ, അല്ലേ? വെറും വേഷം കെട്ട് മാത്രമായിരുന്നു, ഹിപ്പോക്രാറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഡൽഹിക്കാർ തൂത്തെറിഞ്ഞു ചൂലുകൊണ്ട്. അപ്പൊ അതേപോലെ ഹിന്ദുക്കളെല്ലാവരും സ്വയം അറിവുകൊണ്ട് ശക്തരായി തീരണം, പ്രതിരോധിക്കാൻ കഴിവുള്ളവരായി തീരണം. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് നാരദ മഹർഷി ഇതാ പറഞ്ഞു തരണം. ആത്മനാത്മാശ്രയപൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപഃ സൃജസി അൽസി അവസി ഈശ്വരഃ. അങ്ങ് ആത്മാശ്രയ, ആത്മന ആത്മാശ്രയ. ഇവിടെ ആത്മാശ്രയ എന്ന് പറഞ്ഞാലോ സ്വാശ്രയ, ഇൻഡിപെൻഡന്റ്, ആരെയും ഒന്നിനും ആശ്രയിക്കാത്തവൻ, ആത്മാശ്രയ. ഭഗവാന് അച്ഛനമ്മമാരുണ്ടോ ആശ്രയിക്കാൻ? കാരണമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭഗവാൻ സ്വയം ആദ്യമേ എപ്പോഴും ഉള്ള സത്സ്വരൂപനാണ്.
ന സതോ വിദ്യത്തെ ഭാവഃ ന അഭാവോ വിദ്യത്തെ സതഃ. സതഃ അഭാവഃ ന വിദ്യത്തെ. ആ സത്സ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ഒരു കാലത്തും അഭാവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാവേണ്ട കാര്യവുമില്ല. ഉണ്ടാവുകയാണെങ്കിലാണ് ആരെങ്കിലുമൊക്കെ ആശ്രയിക്കേണ്ടത്, അച്ഛനമ്മമാരോ കാരണങ്ങളോ ഒക്കെ വേണ്ടത്. ഇത് സ്വയംഭൂ, തന്നെ തന്നെ ആശ്രയിച്ച് തന്നെത്താൻ നിലനിൽക്കുന്നവൻ. അതാണ് ആത്മാശ്രയ, ഇൻഡിപെൻഡന്റ് ആണ്. അങ്ങനെയുള്ള അങ്ങ് വേറൊരാളുടെയും ഹെൽപ്പ് കൂടാതെ, ഒരു പാർട്ട്ണർഷിപ്പോ മറ്റുള്ളവരിൽ നിന്ന് കടമോ ഒന്നും വാങ്ങാതെ ഭഗവാൻ ഒരു ബിസിനസ് ആരംഭിച്ചു. ഏത് ബിസിനസ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ഒരു ബിസിനസ്. അപ്പോൾ ആ ബിസിനസ്സിന് പാർട്ട്നേഴ്സ് വേണോ? മെറ്റീരിയൽസ് വേറെ ആരെങ്കിലും സപ്ലൈ ചെയ്യണോ? അവരോട് ക്രെഡിറ്റ് പറയണോ? അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വേണോ ഇതൊക്കെ ചെയ്യാൻ? ഒന്നും വേണ്ട. അതാണ് ആത്മനാ മായയാ പൂർവം ഗുണാൻ സസൃജേ. ഭഗവാൻ ആത്മനാ മായയാ, ആത്മനാ സ്വന്തം തന്നെ ശക്തി കൊണ്ട്, അതുതന്നെയാണ് മായ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തന്നെ ആശ്രയിച്ചിരുന്ന ആ മായ എന്ന ആ പ്രകൃതിയെ കൊണ്ട്, ശക്തിയെ കൊണ്ട്, പൂർവം ഗുണാൻ സസൃജേ, ആദ്യം ഗുണങ്ങളെ സർജിച്ചു. ഇവിടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ എന്നർത്ഥം. പ്രപഞ്ച സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള തത്വങ്ങളൊക്കെ ഗുണങ്ങൾ തന്നെ. മഹത്തത്വം, അഹങ്കാരം. ആ അഹങ്കാരം മൂന്നായി പിരിഞ്ഞ് അതിൽ നിന്ന് ഇന്ദ്രിയങ്ങള്, അന്ധക്കരണങ്ങള്, അല്ലെ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധക്കരണങ്ങൾ മുതലായവ, അതുപോലെ പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെ ഗുണങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഗുണങ്ങളുടെ സൃഷ്ടിയാണ്. സത്വ, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളിൽ നിന്നാണ്, അല്ലെ, സാത്വികത്തിൽ നിന്ന് ദേവതകളും അന്ധക്കരണങ്ങളും ഉണ്ടായി, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടായി, താമസത്തിൽ നിന്ന് ഭൂതങ്ങളും തന്മാത്രകളും ഉണ്ടായി. അപ്പൊ അതാണ് ഗുണാൻ സസൃജ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ അങ്ങയുടെ മായ കൊണ്ട് സ്വയം സൃഷ്ടിച്ചു. വേറൊരാളെയും അങ്ങ് ആശ്രയിച്ചിട്ടില്ല. ആത്മാശ്രയ. അതാണ് ഗുണാൻ സസൃജേ. സത്യസങ്കൽപ ഈശ്വര. അങ്ങ് സത്യസങ്കല്പനാണ്. അങ്ങ് എന്ത് സങ്കല്പിച്ചുവോ അത് സത്യമായി തീരുന്നവനാണ്. അപ്പൊ അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ ആയിട്ട് സങ്കല്പിച്ചു, അല്ലേ? ഏകോഹം ബഹുസ്യാം, ഏകനായ ഞാൻ പലതായി തീരട്ടെ. ഇതാണ് ഭഗവാന്റെ ആദ്യത്തെ സങ്കല്പം. ബഹുസ്യാം പ്രജാജേയ, ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചു. അങ്ങനെ അല്ലേ, സ ഐക്ഷത, ആ ഈക്ഷണമാണ് സങ്കല്പം. ഭഗവാൻ ഈക്ഷിച്ചു, ഭഗവാൻ സങ്കല്പിച്ചു താൻ തന്നെ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ സത്യസങ്കല്പനായിട്ടുള്ള ഭഗവാൻ ഈശ്വര, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിട്ടുള്ള അങ്ങ് തൈഹി ഇതം സൃജസി അൽസി അവസി. തൈഹി എന്ന് പറഞ്ഞാൽ തൈഹി ഗുണൈഹി, ആ ഗുണങ്ങളെ കൊണ്ട്, ആ മെറ്റീരിയൽസ് കൊണ്ട്, ആ തത്വങ്ങളെ കൊണ്ട് എന്നർത്ഥം. ആ പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് സൃജസി, ഇതം സൃജസി, ജഗത്തിനെ സൃഷ്ടിക്കുന്നു. അത്സി, അത്സി അധിക്കുന്നു, ഭക്ഷിക്കുന്നു എന്ന് വെച്ചാൽ സംഹരിക്കുന്നു. അവസി, അവലം ചെയ്യുന്നു, രക്ഷിക്കുന്നു എന്നർത്ഥം. അപ്പൊ സൃഷ്ടി, സംഹാരം, രക്ഷ, ഈ ക്രമത്തിലാണ് പറഞ്ഞത്. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ അങ്ങയുടെ മായയിൽ നിന്നുണ്ടായിട്ടുള്ള തത്വങ്ങളെ കൊണ്ട്, അഥവാ ഗുണങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അതിനെ അങ്ങ് തന്നെ സംഹരിക്കുന്നു, അങ്ങ് തന്നെ പരിപാലിക്കുന്നു. അവസി. അപ്പോൾ അങ്ങയുടെ സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈ മാനിഫോൾഡ് ആയിട്ടുള്ള വികാസം. ഈ കാണുന്നതായിട്ടുള്ള നാനാത്വം മുഴുവൻ അങ്ങയുടെ സങ്കല്പം. അങ്ങ് സത്യസങ്കല്പനായതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അല്ലാതെ ഒന്നും ആരുമില്ലാതെ യാദൃച്ഛികമായിട്ടുണ്ടായതല്ല. യാദൃച്ഛികമായിട്ട് ഇത്രയും അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണോ? എത്ര ചിന്തിച്ചിട്ടും ഒരിക്കലും ഇതിനുത്തരം കിട്ടുകയില്ല. യാദൃച്ഛികമായി സംഭവിച്ചതല്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എത്രയെത്ര ഓർഗൻസ് ഉണ്ട്.
അല്ലേ? 76ഓളം ഓർഗൻസ് ഉണ്ട് എന്ന് മെഡിക്കൽ സയൻസ് പഠിക്കുന്നവർക്കറിയാം. നമുക്കെല്ലാത്തിൻ്റെയും പേര് പോലും അറിയില്ല. ഹൃദയവും ശ്വാസകോശവും ആമാശയവും കിഡ്നിയും കരളും, അല്ലേ? പലതരത്തിലുള്ളതായിട്ടുള്ള ഗ്രന്ഥികൾ, എത്ര 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 ഗ്രന്ഥികളാണ് ഉള്ളിലുള്ളത്. ഓരോന്നിനും ഓരോ പ്രവൃത്തികളാണ്. ഇതൊക്കെ ശൂന്യതയിൽ നിന്ന് ഇന്റലിജൻസ് ഇല്ലാതെ തന്നെത്താൻ കൂടിച്ചേർന്ന് ഉണ്ടാവുമെന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ പറയുന്നവൻ എന്തായാലും മൂഢനാണ്, വിശ്വസിക്കുന്നവൻ അതിലും വലിയ മൂഢൻ. മൂഢന്റെ ശിഷ്യനാണല്ലോ. അപ്പൊ യുക്തിവാദികൾ എന്ന് പറയുന്നവർ ഇപ്പോഴും അതുതന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നോ നമ്മുടെ പൂർവികര് ചാർവാകന്മാരെന്ന് പറഞ്ഞവർ പറഞ്ഞതിന്റെ എച്ചില് അവർ ചവച്ചു തുപ്പിയതിനെ തന്നെ ഇപ്പോഴുള്ള യുക്തിവാദികൾ എന്ന് പറയുന്ന മണ്ടന്മാര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരെന്നോ ചവച്ചു തുപ്പിയതാണ്. അതിനെയൊക്കെ എന്നോ നമ്മുടെ ആചാര്യന്മാര് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ലോജിക്കോട് കൂടിയിട്ടാണ് ഓരോ സിദ്ധാന്തങ്ങളെയും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെയും പൂർവപക്ഷങ്ങളാക്കിയിട്ട് എന്താ പറയുക, നല്ലോണം അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് നിങ്ങളുടെ വിഡ്ഢിത്തരം പൊള്ളത്തരം ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും തട്ടി തട്ടി കളയുന്ന ഒറ്റ ഗ്രന്ഥം ഈ ബ്രഹ്മസൂത്രം, അതിന്റെ ഭാഷ്യം. പക്ഷെ വെറുതെ വായിച്ചാലൊന്നും മനസ്സിലാവില്ല മന്ദബുദ്ധികൾക്ക്. അതിനതിന്റെ ബാക്ക്ഗ്രൗണ്ട് വേണം. ഈ ബ്രഹ്മസൂത്രം എന്നുള്ളത് ദ ഹയസ്റ്റ് ടെക്സ്റ്റാണ് വേദാന്തത്തില്. അപ്പൊ അത് ഗ്രഹിക്കണമെങ്കിൽ അതിന്റെ LKG മറ്റേ ഇന്റർമീഡിയറ്റ് ഒക്കെ പഠിച്ചിട്ട് വരണം. പ്രകരണ ഗ്രന്ഥങ്ങളും ഗീതയും ഉപനിഷത്തുക്കളും ഒക്കെ വേണ്ട പോലെ മനസ്സിരുത്തി ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ബ്രഹ്മസൂത്രത്തിലുള്ള ചർച്ചകളൊക്കെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ ഒരൊറ്റ ഒരു കൃതി മതി ശങ്കരാചാര്യരുടെ മഹാത്മ്യത്തിന്. സനാതനധർമ്മത്തിന്റെ എന്താ പറയുക, കിരീടമായിട്ടത് ജ്വലിക്കുകയാണ്. അതിലുള്ള യുക്തി എല്ലാ മതക്കാരെയും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നുണ്ട്. എല്ലാ മതക്കാരെയും എന്ന് പറഞ്ഞാൽ എല്ലാ അഭിപ്രായക്കാരെയും. ചാർവാകന്മാരും ബൗദ്ധന്മാരും അതുപോലെ തന്നെ സനാതനധർമ്മത്തിന്റെ അകത്തുള്ളതായിട്ടുള്ള അനേക വൈശേഷികന്മാര്, നൈയായികന്മാര്, മീമാംസകന്മാര്, ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെ തലനാരിഴ കീറി ഒന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് വലിച്ചെറിയണം. അപ്പോൾ ആ ഒരു ശങ്കരന്റെ മഹത്വം, ആ ബ്രഹ്മസൂത്രത്തിന്റെ മഹത്വം, ഇതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ മന്ദബുദ്ധികൾക്കും പരിശ്രമം ചെയ്യാത്തവർക്കും സാധ്യമല്ല. അപ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സനാതനധർമ്മത്തിനെ കുറ്റം പറയുന്നതായിട്ടുള്ള മൂഢന്മാരെ കൊണ്ട് യുക്തിവാദികളെന്നും ഓരോന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഓരോന്നും അവർക്കുണ്ട് അനുയായികൾ, വിഡ്ഢി ശിരോമണികൾ, മൂഢശിരോമണികൾ. ശങ്കരാചാര്യരെക്കാളും വലിയവന്മാരായി ഈ ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രി ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇവന്മാർ. എന്താ പറയുക, എല്ലാ കാലത്തും ഉണ്ടാവും ഇതുപോലത്തെ വിഡ്ഢികൾ. അവർക്ക് മനസ്സിലാവാത്തത് അവര് സമ്മതിക്കില്ല, വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് മനസ്സിലായിട്ടില്ലേ, അവർക്ക് മനസ്സിലാക്കാനുള്ള അർഹതയില്ല, പാകതയില്ല, യോഗ്യതയില്ല. അപ്പോ ഈ കാണുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ പ്രപഞ്ചം യാദൃച്ഛികമായി സംഭവിച്ചതല്ല. പ്രകൃതിയിലുള്ളതായിട്ടുള്ള മെറ്റീരിയൽസ് തന്നെത്താൻ കൂടിച്ചേർന്ന് തന്നെത്താൻ ഇത്രയും വൈവിധ്യങ്ങളോടുകൂടി ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള
പല ഘടനകളും പ്രവർത്തനങ്ങളോടും കൂടി ഉരുത്തിരിഞ്ഞു വന്നതല്ല, ആവാൻ വഴിയില്ല. ഇതിൻ്റെ പുറകിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. ആ ഇൻ്റലിജൻസ് തന്നെയാണ് നമ്മൾ പറയുന്ന ഈശ്വര ചൈതന്യം. ആ ഇൻ്റലിജൻസ് ഇല്ലാതെ ജഡങ്ങൾ തമ്മിൽ കൂടിച്ചേരില്ല. അതാണ് നമ്മൾ ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിലൊക്കെ സൃഷ്ടിയുടെ ഇത് പറയുമ്പോൾ ആ എല്ലാം വേറെ 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 കിടന്നു ജഡങ്ങളായിട്ട്, എന്നിട്ട് എല്ലാറ്റിനെയും ഒന്നിച്ചു ചേർക്കാനായിട്ട് അവരെല്ലാം കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ദേവന്മാർ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ, ദേവാഊജുഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്തുതിയൊക്കെ വർണ്ണിച്ച് പിന്നീട് ഭഗവാൻ ഇതിലൊക്കെ പ്രവേശിച്ചു, എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്തു, എല്ലാം കൂടി ചേർന്ന് അണ്ടമായി തീർന്നു. ആ അണ്ടം പിന്നീട് വികസിച്ചു. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്? ഇന്റലിജൻസ് പ്രവേശിക്കുന്നുണ്ട്. ആ ഇന്റലിജൻസ് ആണ്, ബോധമാണ് ചൈതന്യം, കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് ഈസ് ബ്രഹ്മൻ, പ്രജ്ഞാനം ബ്രഹ്മ. അതുകൊണ്ട് ആ ഒരു പ്രജ്ഞാനത്തിനെ നിഷേധിക്കാൻ പ്രജ്ഞാനമില്ലാത്തവർക്കേ സാധിക്കുള്ളൂ. അതില്ലാത്തവർക്കേ അതിനെ നിഷേധിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. മൂഢന്മാർക്ക് മാത്രമേ ആ ഒരു ഇൻ്റലിജൻസിനെ നിഷേധിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ യൂണിവേഴ്സ് എന്നുള്ളത് ആ ഇൻ്റലിജൻസിനാൽ ഇന്റലിജന്റ്ലി പുട്ട് ടുഗെദർ എന്നാണ് പറയുക. ഇന്റലിജന്റ്ലി പുട്ട് ടുഗെദർ. ഇവിടെ ഇന്റലിജൻസ് ഇല്ലാതെ യാദൃച്ഛികമായിട്ട് ഒരു കയോസ് ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ തമ്മിൽ തട്ടിത്തെറിച്ച് കൂടി വന്ന് എങ്ങനെയൊക്കെയോ യാദൃച്ഛികമായിട്ട് എന്തൊക്കെയോ ഉത്ഭവിച്ചു. അങ്ങനെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എവ്രിതിങ് ഈസ് ഇന്റലിജന്റ്ലി പുട്ട് ടുഗെദർ. അതൊന്ന് നല്ലോണം വിചാരം ചെയ്ത് എല്ലാവരും ഉറപ്പിക്കേണ്ടതാണ്. ആ ചൈതന്യമാണ് ഇവിടെ ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പല പേരിൽ പറയുന്നത്. അപ്പോൾ ആത്മനാത്മാശ്രയ പൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിതം സത്യസങ്കൽപ സൃജസി അൽസി അവസി ഈശ്വര. സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച. അപ്പൊ ആ തത്വമായി ഈശ്വരനാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് തന്നെയാണ് ഇതാ അങ്ങ് അവതരിച്ചിരിക്കുന്നത്. ആരെ വധിക്കാനും മറ്റുമൊക്കെ ആയിട്ട്? ദൈത്യപ്രമദരക്ഷസാം വിനാശായ. ദൈത്യപ്രമദരക്ഷസാം അവരെന്തായിട്ടാണ് അവിടെ ഭവിച്ചിരിക്കുന്നത്? ഭൂതരഭൂതാനാം. അപ്പൊ സഹത്വം ആ അന്ന് തന്നെയാണ് ഭൂതരഭൂതാന. ഭൂതരന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂതരം പർവ്വതം എന്നാണ് പോപ്പുലർ ആയിട്ടുള്ള അർത്ഥം. ഇവിടെ ഭൂതരന്മാരെന്ന് പറഞ്ഞാൽ ഭൂമിയെ ധരിക്കുന്നവർ, ഭൂപതികൾ, രാജാക്കന്മാർ. ഭൂതര ശബ്ദത്തിന് ഇവിടെ രാജാവ് എന്ന അർത്ഥത്തിലാണ്. ഭൂതരഭൂതന്മാരെന്ന് പറഞ്ഞാലോ രാജാക്കന്മാരായി ഭവിച്ചവർ. രാജാക്കന്മാരെന്ന വ്യാജേന, അല്ലെ, ഇന്നത്തെ നമ്മുടെ ഭരണാധികാരികളിൽ പലരും, അല്ലെങ്കിൽ 95% ഇതുപോലെയുള്ള ദുഷ്ടന്മാരാണ്. ഭൂതരഭൂതാനം രാജാക്കന്മാരായി ഭവിച്ചിരിക്കുന്ന ദൈത്യ പ്രമദ രക്ഷസം. ദൈത്യന്മാര്, പ്രമദന്മാര്, രക്ഷസുകൾ, ഇവരാണ് രാജവേഷത്തിൽ വന്നിരിക്കുന്നത്. കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് ഇപ്പോൾ രാജാക്കന്മാരായി, ഭരണാധികാരികളായി വന്നിരിക്കുന്നത്. ദൈത്യന്മാര്, അസുരന്മാര്, പ്രമദന്മാര്, ഭൂതഗണങ്ങള്, രക്ഷസുകൾ, രാക്ഷസന്മാര്. അപ്പൊ ഇവരൊക്കെയാണ് ഇപ്പോ രാജാക്കന്മാരുടെ വ്യാജേന രാജ്യം ഭരിക്കുന്നത്. ഇപ്പൊ കംസൻ, ജരാസന്ധൻ, നരകാസുരൻ, അല്ലെ, ശംബരാസുരൻ, പേരുകൾ പറഞ്ഞുല്ലോ. അവരൊക്കെ തന്നെ രാജാക്കന്മാരായിരിക്കുന്നു. പക്ഷെ അവര് രാജാക്കന്മാരാവാനുള്ള യോഗ്യതയുള്ളവരാണോ? അല്ലേ, അല്ല. വ്യാജന്മാരാണ്. കേജ്രിവാളിനെ പോലെ, അല്ലേ, നമ്മുടെ കേരളത്തിലുള്ളത് പോലെ. അപ്പോ ഭൂതരഭൂതാനാം ദൈത്യപ്രമദ രക്ഷസാം വിനാശായ.
അവരുടെയൊക്കെ വിനാശത്തിനായിക്കൊണ്ടും സേതൂനാം രക്ഷണായ, സേതു ധർമ്മം തന്നെ, സേതു ധർമ്മം, സമയം, മര്യാദ, ഇതൊക്കെ പര്യായ ശബ്ദങ്ങളാണ്. അപ്പോൾ സേതൂന എന്ന് പറഞ്ഞാലോ അതിർത്തികൾ, മര്യാദകൾ, അണക്കെട്ടുകൾ, വരമ്പുകൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ഇങ്ങനെയുള്ള അണക്കെട്ടുകളും വരമ്പുകളും മതിലുകളും ഒക്കെയാണ്. നിയമങ്ങളൊന്നുമില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കുകയില്ല. എല്ലാവരും തോന്നിയവാസികളായിട്ട് അവരവരുടെ കയ്യൂക്കിനനുസരിച്ച് തോന്നിയത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ലോകം എന്ന് നശിച്ചു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനൊരു ഈശ്വരനെ അംഗീകരിക്കാത്ത ദുഷ്ടന്മാര് അവർക്ക് ഈശ്വരന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. അങ്ങനെയുള്ളവരാണ് അതിനെയൊക്കെ ലംഘിക്കുന്നത്. അപ്പൊ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടത് ഈ പ്രപഞ്ച നിർമ്മാതാവിന്റെ, അതിന്റെ രക്ഷിതാവിന്റെ കടമയാണല്ലോ. അദ്ദേഹം സങ്കല്പിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയത്. സത്യസങ്കല്പനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ സങ്കല്പം അദ്ദേഹം സങ്കല്പിച്ചതുപോലെ എന്നും വികസിച്ച് നിൽക്കണമെങ്കിൽ ഇതിന് ആരൊക്കെയാണോ ഹാനികരമായി പ്രവർത്തിക്കുന്നത്, സേതുക്കളെയൊക്കെ മര്യാദകളെയൊക്കെ ലംഘിക്കുന്നത്, അതാണ് അവരെ വധിക്കുക. അതാണ് സേതൂനാം രക്ഷണായ, മര്യാദകളുടെയൊക്കെ രക്ഷണത്തിനായിക്കൊണ്ട്, പരിപാലനത്തിനായിക്കൊണ്ട് അവതീർണ, അങ്ങ് അവതരിച്ചവനാകുന്നു. അപ്പം ഈ ഭഗവാന് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റവതാരങ്ങളിലൊക്കെ ഭഗവാന് ഓർമ്മയുണ്ടാവില്ല അല്ലേ? രാമാവതാരത്തിലൊക്കെ മനുഷ്യാവതാരമായതുകൊണ്ട് നാരദൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ ഓർമ്മക്കുറവൊന്നുമില്ല. എങ്കിലും നാരദൻ താൻ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ള തന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. അപ്പോൾ അങ്ങ് ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനായിക്കൊണ്ട്, ധർമ്മപരിപാലനത്തിനായിക്കൊണ്ട് അങ്ങ് അവതരിച്ചതാണല്ലോ. സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച. ഇനി നമുക്ക് നാളെ നോക്കാം. നാളെ എനിക്ക് കുറച്ച് പണികളുണ്ട്. സമയമുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ നാളെ വൈകുന്നേരം ഉണ്ടാവില്ല, എന്തായാലും ഉണ്ടെങ്കിൽ രാവിലെ ഉണ്ടാവുള്ളൂ. നോക്കുക. ആന്ധ്രയിൽ നിന്ന് നമ്മുടെ ഒരു മഹാനായ ഗുരുബായി വരുന്നുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സന്യാസി, സ്വാമി പരിപൂർണാനന്ദ. നാളെയും മറ്റന്നാളും അദ്ദേഹം കേരളത്തിലുണ്ട്, തൃശ്ശൂരാണ്. അദ്ദേഹത്തെ ചെന്ന് കാണാനും ചില മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഇന്ന് വൈകുന്നേരം പെരിങ്ങോട്ട് കുറിച്ചി മന്നത്തുകാവിൽ 4 മണിക്ക് പറ്റിയാണ്. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.